قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. അയാളും അയാളുടെ കുഞ്ഞാടുകളും കൂടി എൻ്റെ അടുക്കൽ മിന്ന് എന്നതൊന്ന് ബി ആയി പോയത് ആഘോഷിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. മൗലവി പറയുന്നു ദജ്ജാലൂന കദ്ദാബൂന എന്നൊരു ഹദീസ് ഉണ്ട്. എന്റേത് കേട്ട് പഠിച്ചതാ. എന്നാ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ട. എന്റെ കേസറ്റൊന്ന് മര്യാദയ്ക്ക് കേട്ടുകൂടായിരുന്നോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. അയാളെ കേസറ്റ് തന്നെ കേൾപ്പിക്കാം. കാരണം മൂപ്പർക്ക് ഹദീസ് അറിഞ്ഞൂടാ. മൂപ്പര് ഹദീസ് വായിച്ചത് തെറ്റാണ്. ഹദീസ് വായിച്ചത് തെറ്റാണ്. കാരണം മൂപ്പര് ഹദീസ് പഠിച്ചില്ല. എന്റെ പ്രസംഗത്തിന്റെ കേസറ്റിന്റെ പകുതി കേട്ട് പഠിച്ചതാ. എന്നിട്ട് ഇവിടെ കൊണ്ടൊന്ന് അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഈ വേണ്ടാ വേലകൾ എന്ന് എനിക്ക് മനസ്സിലാക്കി. ഒന്ന് വെച്ചാട്ടോ മോനെ. അന്ത്യനാളിനോടടുക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച, അതുപോലെ തന്നെ അവർക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത വിശ്വാസാദരങ്ങളുമായി പലരും സമൂഹത്തിൽ രംഗത്ത് വരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കദ്ദാബൂന കളവ് പറയുന്നു, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഅ്തൂനകും ബിഅഹാദീസ മാലം തസ്നഉ അൻതും വലാ ആബാഉകും. ഓ സഹാബത്ത്, കേട്ടോ, യഅ്തൂനകും ബിഅഹാദീസ മാലം തസ്നഉ അൻതും വലാ ആബാഉകും. അങ്ങനെ ഒരു ഹദീസേ ഇല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു മൗലവിനെ. എന്താ ഹദീസിന്റെ ഇത് നോക്കി പഠിക്കണം മൗലവിമാര്. എന്തിനീ വിവരക്കേട് വളർത്തണം? ഷാഫി ബാബിന് വിവരമില്ല, സലഫിക്കാ വിവരം. എന്താ നാളാവത്ത് കൊണ്ടുവരാണ്. സലഫിനെ വലിയ വിവരമുള്ള ആളെ കൊണ്ടുവന്നല്ലേ. എന്റെ ഹദീസ് ആദ്യമായിട്ട് പറഞ്ഞ ഹദീസാണ്. അത് എന്നെ പച്ചക്കള്ള പറഞ്ഞു. ഹദീസിലുള്ള അങ്ങനെയല്ല. ഹദീസിലുള്ള വാചകം ഞാൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിം ഹദീസുണ്ട്. ഹദീസ് ഞാൻ നോക്കി വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും ബിഅഹാദീസ. അയാൾ പറഞ്ഞു അങ്ങനെയല്ല, യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുളൂനകും വലാ യഫ്തിനൂനകും. ഞാൻ എന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്. ഇത് മൂപ്പര് എവിടുന്നോ കേട്ടൊന്ന് പഠിച്ചു വെച്ചതാ. ഞാൻ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ടേ? അത് പഠിക്കുമ്പോ കിതാബ് നോക്കിയാൽ മനസ്സിലാവൂലെങ്കിൽ എന്നാ കേട്ട് പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ടേ? ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുത്തേക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കദ്ദാബൂന കളവ് പറയുന്നു, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്നഉ അൻതും വലാ ആബാഉകും. ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ? ഇയാളും കുഞ്ഞാടുകളും കൂടി തെക്ബീർ ചൊല്ലി വെല്ലുവിളിച്ച് ആഘോഷിക്കുക. എന്ത് ഒരു മിന്ന് ബി ആയി പോയത്. എനിക്കവിടെ ഒന്നും നേടാല്ല. മിന്ന് ബി ആയി പോയതുകൊണ്ട് അബദ്ധം ആർക്കും സംഭവിക്കൂലേ? പേരോട് അബദ്ധത്തിൽ നിന്ന് മുക്തനാണോ? വെല്ലുവിളിക്കുന്ന പേരോടെ വെല്ലുവിളിക്കുന്ന ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ പേരോടിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കാണിച്ച അബദ്ധങ്ങളുടെ മാലപ്പടക്കം ഇവിടെ പൊട്ടാൻ പോവുകയാണ് കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ കാണിച്ച കൃത്രിമം വെളിച്ചത്ത് കൊണ്ടുവരാൻ പോകുന്നു. തോലി ഉരിക്കാൻ പോകുകയാണ് പേരോടിനെ. ശ്രദ്ധിച്ചു കണ്ടോളണം.
ഇയാൾ ഞങ്ങളിതൊന്നും പറയാറില്ല. അബദ്ധങ്ങൾ പ്രസംഗിക്കുമ്പോൾ ലേഖനത്തിലൊക്കെ ആർക്കും സംഭവിക്കുന്നു വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. മനുഷ്യന്മാരുടെ വാചകത്തിലൊക്കെ തെറ്റും പറ്റുമൊക്കെ സംഭവിക്കും. മിന്ന് ബി ആയി പോവും, ബി മിന്നായി പോവും, മനഃപൂർവ്വം അല്ലെങ്കിൽ അത് തിരുത്തും ചെയ്യും. അതൊന്നും ആരും തെറ്റു പറയലില്ല, ഞാനത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഇയാൾ എന്താ ചെയ്തത്? ഒരു മിന്ന് ബി ആയി പോയതിന് ഇയാളും കുഞ്ഞാടുകളും കൂടി ആഘോഷിച്ചില്ലേ? എന്നാ പിന്നെ ഇയാളത് കൊണ്ട് ഞമ്മക്കൊന്ന് ആഘോഷിക്കളയാം. ഇയാൾ അള്ളാഹ് ഖുർആൻ കൊണ്ട് കളിച്ച കളി കേൾക്കണ്ടേ? ഇയാൾ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇയാൾ ഓതിയവരായത്താണ് ആദ്യം കേൾപ്പിക്കുന്നത്. ആറ്റിങ്ങൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി, അവിടെ ഇയാൾ ഒരു ആയത്ത് ഓതിയിട്ടുണ്ട്, ആറ്റിങ്ങൽ ആയത്ത്. അതൊന്ന് കേൾക്കുക. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വെല്ലുവിളിക്കുന്നു പേരോടെ. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ഇത് ബി മിന്നായതല്ല, മിന്ന് ബി ആയതുമല്ല. നിങ്ങൾ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം ഒന്ന് പറഞ്ഞുതരാം സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ? ഇയാൾ ആയത്തോരിയാൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനു തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്നാ തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതുന്നത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതുന്നത്. ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത് പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? രണ്ട്, ഓതിയത് തന്നെ അബദ്ധമാണ്. ഇല്ലാത്ത ആയത്താ നിങ്ങൾ ഓതിയത്. നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ ഇല്ലേ ഇല്ല. തെളിയിക്കാൻ കഴിയോ? കുഞ്ഞാടുകളെ പിടിച്ച് കൊണ്ടെന്ന് പേരോടിനോട് നിങ്ങൾ ഇവിടെ കൊടുന്ന് കാണിക്കണം. വരാ, ഞാൻ വരാം. നിങ്ങൾ പേരോടിന്റെ ഈ ആയത്ത് മുസാഹിബ് തീർത്തവർ ഒന്നും വേണ്ട. മുസാഹിബ് നിർത്തിയിട്ട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഹുസൈൻ സലഫി പരിപാടി അവസാനിപ്പിച്ച് നിങ്ങളെ പിന്നാലെ ഉണ്ടാവും. നീ ആ ആയത്ത് ശരിക്കൊന്ന് കേൾപ്പിച്ചു തരാം. മാത്രല്ല ഒരു മിനിറ്റ് കൂടെ. ഇയാൾ ചെയ്തൊരു കൃത്രിമം കൂടിയുണ്ട്. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി ഒന്ന്. രണ്ട്, ആയത്തിന്റെ ഓതിയ ആയത്ത് തന്നെ മുറിച്ചും കട്ടും ഓതി. രണ്ട്. മൂന്ന്, ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? ആദ്യ ഭാഗം ഓതിയാൽ ഇയാൾ പറയുന്നതിനെതിരാണ്. ഇയാൾ പറഞ്ഞ എന്താണ്? പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്നാ സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാന്നില്ലാണല്ലോ തെളിവോതിയത്. ആയത്തിൽ പറയുന്ന വിഷയം എന്താ? തുടക്കത്തിൽ അതാ പറയുന്നത്. ആയത്ത് കണ്ട നിങ്ങള്? ആയത്ത് ഫുള്ള് ഓടിത്തരാ. പേരോടെ നിങ്ങൾ ഇവിടെ ഫൈൻ തിബ്നലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിഅൻ മരിആ എന്നല്ലേ ഓതിയത്? അല്ലാഹുവിന്റെ ഖുർആനിലുള്ളത് ഇങ്ങനെയാണ്. ഫൈൻ തിബ്നലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനിഅൻ മരിആ. മാത്രല്ല അത് സ്ത്രീധനം, പെണ്ണുങ്ങളെ വാപ്പിൽ നിന്ന് സ്ത്രീധനം തന്നാ വാങ്ങി തിന്നോളാനല്ല പേരോടെ. പഠിക്കണം. ആയത്ത് നിങ്ങൾ കട്ടതല്ലേ? തുടക്കത്തിൽ അല്ല പറയുന്നത് പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആണുങ്ങളെ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നിങ്ങൾ അവർക്ക് മഹർ കൊടുക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടല്ല പറയാണ്. അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും അവര് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട്
തന്നാൽ നിങ്ങൾ തിന്നോ, നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? സ്വതക്ക അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് കട്ടു. എന്നിട്ട് വായിച്ചതും തെറ്റി. എന്നിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് നമുക്ക് പൊരുത്തപ്പെട്ട് വല്ലതും തന്നാ തിന്നോളാനാണ് അള്ള പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും മോദിയില്ലേ? പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ വിടുമോ? ദുന്യാവിൽ നിങ്ങൾക്ക് വാചാലതയോടുകൂടി കുഞ്ഞാടുകളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുമ്പോ നിങ്ങളെ നാവിന് നാളെ ആഖിറത്തിൽ സീല് വെക്കുമ്പോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ വായക്ക് സീല് വെക്കും. അപ്പോ ഇത് ഒരിടത്തല്ല, ഇത് പാറ്റിങ്ങൽ ഇറങ്ങിയ ആയത്താട്ടോ. ഇനി അടുത്തത് കേട്ടോളിൻ. ഈ അടുത്ത സ്ഥലമായ പാറക്കടവിലായത്ത് അടുത്ത ആരാണ്? സ്വത്ത് നിന്നതിനെ പറ്റി ഖുർആനിൽ പറഞ്ഞു, വ്യഭിചാരത്തിനെ പറ്റി പറഞ്ഞു, ഒക്കെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയാ വകാന സയ്യൂഹു ഇൻദല്ലാഹി മക്റൂഹ. ഇതൊക്കെ മക്റൂഹായിട്ടാണ് കേട്ടോ. നിങ്ങൾ മൗലവിമാർ അർത്ഥം വെച്ച് എങ്ങനെ ഉണ്ടാവുക? യതീം കുട്ടികളെ സ്വത്ത് ഇടലും കറാഹത്ത്, വ്യഭിചരിക്കലും കറാഹത്ത്. കാരണം ഖുർആനിലെ വകാന സയ്യൂഹു ഇൻദല്ലാഹി മക്റൂഹ, അതൊക്കെ മക്റൂഹാണ്. മക്റൂഹ എന്ന വാക്കർത്ഥം എന്താ? രണ്ടാമത്തെ വെല്ലുവിളി, പേരോടനും കുഞ്ഞാടുകളും കൊണ്ടുവരണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് വകാന സയ്യൂഹു ഇൻദല്ലാഹി മക്റൂഹാൻ എവിടെയാ പറഞ്ഞത്? ആയത്ത് അങ്ങനെയല്ല, വേരോടെ പഠിച്ചു വെച്ചോ. കുല്ലു ദാലിക സൂറത്തുൽ ഇസ്രായിലെ 38-ാമത്തെ ആയത്ത് ഞാൻ വായിക്കുന്നു. കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹാ. വകാന സയ്യുഹു എന്നല്ല പേരോടെ കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദല്ലാഹ് അല്ല പേരോടെ ഇൻദ റബ്ബിക മക്റൂഹാ. ഇത് പാറക്കടവിൽ നിങ്ങൾ വച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഈ ആയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങൾ ആയത്ത് പഠിക്കാതെയാണോ മതം പറയാൻ നടക്കുന്നത്? നിങ്ങൾ ആയത്ത് പഠിക്കാതെയാണോ മതം വിളമ്പാൻ നടക്കുന്നത്? ഇനി മൂന്നാമത്തെ ആയത്തും കേട്ടോളൂ. അതെവിടുത്തതാ? അവസാനത്തെ കെട്ടാ. അതെവിടുത്തെ ആയത്താ? നാദാപുരത്ത് തന്നെ ഇറങ്ങിയ ഒരു ആയത്ത് കേട്ടോളൂ. ഇങ്ങനത്തെ ചില സംഗതികളും ഖുർആനിലുണ്ട് എന്നുള്ളത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫീഹി ആയാതുൻ മുഹ്കമാതുൻ വ ഉഖറു മുതശാബിഹാത്ത്. ഖുർആനിൽ മുഹ്കമായ ആയത്തുകൾ ഉണ്ട്. മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാക്കേണ്ടതുമായ സംഗതികൾ ഉണ്ട്. വ ഉഖറു മുതശാബിഹാത്ത്, കുറെ അർത്ഥം മനസ്സിലാകാൻ കഴിയാത്ത ചില സംഗതികളും ഉണ്ട്. അല്ലാഹു പറഞ്ഞു ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ്. അതിന്റെ വ്യാഖ്യാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. കേട്ടില്ലേ? അടുത്ത വെല്ലുവിളി നാദാപുരത്തുകാർ പഠിച്ചു വെക്കണത് നിങ്ങളെ പറ്റി ചായത്താ. മൂപ്പരിവിടെ ഒരു മുഖാമുഖം നടത്തിയില്ലേ? ആ മുഖാമുഖത്തില് നിങ്ങൾ എന്റെ ഒരു മിന്നി തെറ്റി ബി ആയി പോയത് ആഘോഷിച്ചപ്പോ പടച്ച തമ്പുരാൻ അതേ സ്പോട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ആയത്ത്. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ആയത്ത്. ഞാനൊരു ഹദീസ് വായിച്ചപ്പോ മിന്ന് ബി ആയി പോയത് ആഘോഷിച്ചതിന് അള്ളാഹു ആറ്റിങ്ങൽ ഇങ്ങക്ക് ആയത്ത് തന്നു, പാറക്കടവിൽ ദൃഷ്ടാന്തം തന്നു, നാദാപുരത്തും തന്നു. നാദാപുരത്ത് ഓതിയ ആയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയോ ഖുർആന്? നിങ്ങൾ ഓതിയ ആയത്ത് അങ്ങനെയല്ല പേരോടെ. ഫീഹി എന്നല്ല, സൂറത്ത് ആലി ഇമ്രാനിലെ 7-ാമത്തെ ആയത്ത് നോക്കിക്കോ. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ ഫീഹി അല്ല മിൻഹു ആയാതും മുഹ്കമാതുൻ. എന്നിട്ടൊരു ഹുന്ന ഉമ്മുൽ കിതാബിന്റെ മൂപ്പര് കട്ടു. ബാക്കിയാ വായിച്ചത് വഉഖറു മുതശാബിഹാത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅ്വീലിഹി. ഇനി ശ്രദ്ധിച്ചോളണം. വമാ യഅലമു പേരോട് വായിച്ചത് ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ് എന്നാണ്. മൂപ്പർക്ക് ഈ ഹുന്നനോട് വലിയ കമ്പാണ്. മൂപ്പര് വായിച്ചത് എന്താണെന്നറിയോ? ലാ യഅലമുനാ വായിച്ചത്. പിന്നെ വായിച്ചത് തഅ്വീലഹുന്ന എന്നാണ്. പേരോട് തെളിയിക്കണം, റൂഹുണ്ടെങ്കിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരു ആയത്ത് വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്നതിന് ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ്. ഹുന്ന വായിച്ചില്ലേ? മാ കട്ടിലായാക്കിയില്ലേ? നിങ്ങൾ ഈ നാദാപുരത്ത് വെച്ച് ഞങ്ങളെ കുറിച്ച് പറയുള്ളത് ലാ കട്ടവരാണെന്ന്. നിങ്ങളിപ്പം മാ കട്ടില്ലേ? മാ കട്ട പേരോടെ അങ്ങനെ ഓതിയിട്ട് വലാ യഅലമു തഅ്വീലഹുന്ന ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ് എന്ന പച്ചക്കള്ളം നിങ്ങളുടെ നാവിലൂടെ വന്നില്ലേ? ഒരു മിന്ന് ബി ആയി പോയതിന് ആഘോഷിച്ച കുഞ്ഞാടുകളെ ആഘോഷിക്കണം.
ആഘോഷിക്കണം. നിങ്ങൾ പേരോടിനോട് പോയിട്ട് ആറ്റിങ്ങലായത്തും പാറക്കടവിലായത്തും നാദാവിലായത്തും ഒക്കെ എഴുതി വാങ്ങണം. എഴുതി വാങ്ങണം. നിങ്ങൾ പറഞ്ഞില്ലേ സലഫി കൊണ്ടുവരും, അങ്ങനെ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി എന്നതും കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടോ പേരോടിനോ കുഞ്ഞാടുകൾക്കോ? കുറെ എണ്ണം സ്റ്റേജമ്മ കുത്തിരുന്നിട്ട് നാഗൂരിക്കാളെ തലാട്ടും പോലെ ആട്ടിന്നില്ലേ? ആട്ടീന്നോ പരിശോധിക്കട്ടെ. കുറെ എണ്ണം മുസാഫ് എടുത്തും കണ്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചിന്നില്ലേ? ആ പിടിച്ചോൻ കൊണ്ടുവരട്ടെ. ആര് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ആറ്റിങ്ങലും പാറക്കടവിലും നാലാപുരത്തി 3 ആയത്തും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ കൊണ്ടുവരണം. വെറുതെ തോന്നിയാസം പറയാ. അബദ്ധമൊക്കെ ആർക്കും സംഭവിക്കൂലേ? അതിനാഘോഷിക്കുക. എന്നാ അള്ളാഹു നിങ്ങളെ കൊണ്ട് അബദ്ധം മാത്രമല്ല, അബദ്ധത്തുമല്ല അബദ്ധത്തിന്റെ മാലപ്പടക്കാ പോയി പൊട്ടിയത്. തീർന്നില്ല. അപ്പൊ അബദ്ധമൊക്കെ എല്ലാവർക്കും വരും സുഹൃത്തുക്കളെ. ഇനി മൂപ്പര് പിന്നെ പറഞ്ഞാൽ എന്താണെന്നറിയോ? മൂപ്പര് പിന്നെ പറഞ്ഞത്, ഞാനിവിടെ ഒരു കൊട്ട തട്ടിയ കഥ പറഞ്ഞിരുന്നു. കൊട്ട തട്ടിയ കഥയിൽ ഞാൻ പറഞ്ഞു ഒരു പുതിയ മുഹിദ്ദീമാലുണ്ട്. ആ പാട്ടൊക്കെ ചൊല്ലിയിരുന്നു. എന്ത്? അസ്രായിലിന്റെ കയ്യിൽ നിന്ന് റൂഹിന്റെ കൊട്ട വാങ്ങിയിട്ട് ആ നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ചടവിൽ തുറന്നോവർ എന്നൊക്കെ ഞാൻ പാടിയിരുന്നു. ഞാൻ ആവർത്തിക്കണില്ല, സമയമല്ല, പലതും പറയാനുണ്ട്. അപ്പോ ഈ കഥ പറഞ്ഞപ്പോ മൂപ്പര് പറയാണ് ഞങ്ങൾ അംഗീകരിക്കണം മാലല്ല. മൂപ്പര് പാറക്കടവത്ത് എന്ന് പറഞ്ഞു. ഇവിടുന്ന് പറഞ്ഞാൽ പാറക്കടവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിപ്പിട്ട് കാണിച്ചു. മൂപ്പര് പറയാം പച്ച കള്ളം പറഞ്ഞതാണ്, ഞങ്ങളത് ആഘോഷിക്കില്ല, കാന്തപുരവസ്ഥ അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതേതോ തമിഴൻ എഴുതിയതാണ്. ഞങ്ങളെ പണ്ടുള്ള ആലിമീങ്ങൾ തന്നെ സലഫി പെടുന്ന എവിടുന്നോ പോയി തേടിപ്പിടിച്ചു കൊണ്ടുവന്ന പുതിയ മുഹിദ്ദീമാല ഞങ്ങളുടെ ആലിമീങ്ങൾ പണ്ടേ അവരുടെ വൈദുല്യം തർജ്ജമ എന്നുള്ള പുസ്തകത്തിൽ എതിർത്തിട്ടുണ്ട് എന്ന് മൂപ്പര് പറയുന്ന ആ നിഷേധത്തിന്റെ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഒരു റൂഹും കൊണ്ട് അസ്രായിൽ പോകുന്നതിനും പോലും ഒരു മുഹിദ്ദീമാല പോലും അത് പേരോട് പറഞ്ഞ് പാറക്കടവ് പച്ചക്കള്ളം ഞങ്ങളെ മേൽ വെച്ചിട്ടാണ്. ഓ സലഫി, നിങ്ങളല്ലേ പ്രസംഗിച്ചത് ആ മുഹീദ്ദീമാല കാന്തപുരം അംഗീകരിക്കുന്നതാണ് എന്ന് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ പേരോട് അംഗീകരിക്കുന്നതാണ് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ ആ പ്രസംഗിച്ച നിങ്ങളെ കേസറ്റ് ഞാൻ കേട്ടിട്ടാ ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോന്ന്. ഉസ്താദിനോട് പറഞ്ഞേ അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ അംഗീകരിക്കുന്ന മുഹീദ്ദീമാല ഖാദി മുഹമ്മദ് എന്ന് പേരു കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ ഇതൊക്കെയും നോക്കിയെടുത്തോവർ 500ഓളം കിതാബ് എഴുതിയ ആളാ മുഹീദ്ദീമാല ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എഴുതിയ മുഹീദ്ദീമാല നമ്മൾ അംഗീകരിക്കുന്നു. നമ്മളെല്ലാം ചെല്ലാറുണ്ട്. നേരെ മറിച്ച് മറ്റേ മാലയോ, മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈദുല്യം തർജ്ജമ എന്ന് പറഞ്ഞിട്ട്, വൈദുല്യം തർജ്ജമ അതിന്റെ 143-ാം പേജ് വലിയ ഒരു മഹാൻ, കേരളത്തിൽ കഴിഞ്ഞു ഒരു വലിയ മഹാൻ എഴുതിയതാണ്. ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈദുല്യം തർജ്ജമ ആരാണത്? പാടൂർ സെയ്ദ് കോയക്കുട്ടിത്തങ്ങൾ. അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജ്ജമയാണ്. പഴയ കാലത്തുള്ളതാണ് വൈദുല്യം തർജ്ജമ. അതില് ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ. ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തിർനിർണിടം എന്നും മുഹീദ്ദീൻ മാല എന്നും മറ്റും ചില പാട്ടുകൾ അഹ്ലുസുന്നിയാക്കളെ അഖീദക്ക് മാറായിട്ട് പെരുത്ത് കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട്. ആയതിനെ പാടുന്നതും ജായിസല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജ്ജമ എന്ന് പറയുന്ന തർജ്ജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീമാല എന്ന് പറയുന്ന മുഹീദ്ദീമാല അത് ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബാധകമല്ല, അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജുമ കേട്ടിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല, പേരോട് അംഗീകരിക്കുന്ന മാല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ? ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത്? കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഞങ്ങള് പണ്ടേ എതിർത്തിട്ടുണ്ട് ആ പുതിയ മുഹീദ്ദീൻ മാലനെ. എവിടെ എതിർത്തത്?
പാടൂര് കോയക്കുട്ടി അല്ലാമ സയ്യിദ് ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ പാടൂർ എഴുതിയ വൈദുല്യം തർജമയിൽ എതിർത്തിട്ടുണ്ട്. ഏതിനെയാ എതിർത്തത്? പുതിയ മുഹീദ്ദീൻ മാലയെ. ഇതിലൊരു രസമുണ്ട്, വിഡ്ഢിത്തം മനസ്സിലാക്കണമെന്ന് ശരിക്കും പഠിച്ചു വെച്ചോ. വൈദുല്യം തർജമ, ഈ തർജമ ഉണ്ടാക്കിയ പാടൂര് കോയക്കുട്ടി മുസ്ലിയാര്, ഇയാൾ വൈദുല്യം തർജമ ഉണ്ടാക്കുന്ന കൊല്ലം ഏതാണെന്നറിയോ? ഹിജ്റ 1277. ഹിജ്റ വർഷം ശരിക്കും ശ്രദ്ധിച്ചോളണേ. ഹിജ്റ വർഷം 1277. ഫോൺ നമ്പർ പറയല്ലത്. 1277 ആണ് പാടൂര് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജമ രചിക്കുന്നത്. അത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കും. നിങ്ങളുടെ സുന്നി വോയിസ് എന്നാ വായിക്കുന്നത്. കേട്ടോണേ, എന്താ പറഞ്ഞത്? വൈതുല്യം പഴയ വൈതുല്യം ഹിജ്റ 1277 കണ്ണൂരിൽ സ്ഥാപിച്ച മർഹൂം ആദാ ഹാജിയുടെ ആദ്യത്തെ ലിത്തോ പ്രസ്സിൽ നിന്നാണ് ആദ്യം അടിച്ചത്. തമിഴിലുള്ള പ്രസ്തുത മുഹീദ്ദീൻ മാലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരായി ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഹാനവറുകൾ അതിനെ എതിർത്തത്. തമിഴിലുള്ള മുഹീദ്ദീൻ മാലിനെതിരെ എതിർക്കുന്നത്. ഞാൻ ഇവിടെ തമിഴിലുള്ള മാല പാടിയത് വലിയ ഒരു ഹാദിം മൗതായ സങ്കടം. ഇത് തമിഴാ, തമിഴിലുള്ള മാലയാ. മൂപ്പരിനോട് ചോദിക്ക് ഉങ്കടെ ഊരങ്കേന്ന് ചോദിച്ചാലപ്പോ തെറ്റിന്നാ സലഫി വിചാരിച്ചു. ഞാൻ ഇവിടെ വായിച്ച തമിഴന്മാരല്ല, ഞാൻ പൊന്നാനിയിലെ ഇയാൾ എഴുതിയ മാലയാണ്. അത് തന്നെ, അതവിടെ നിൽക്കട്ടെ, അതൊന്നല്ല രസം. വൈദുല്യം തർജമയിൽ എതിർത്തിട്ടുണ്ട്. ഏത് മാലനെ? ഈ മാലനെ. വൈദുല്യം തർജമ എഴുതിയതെന്ന 1277. 1277 എഴുതിയ വൈദുല്യം തർജമയിൽ എതിർത്തിരിക്കുന്നു അത്രേ. ഏത് മാലയെ? 1348 രചിച്ച മാലയെ. ഞാനുണ്ട് 1348 ഉണ്ടാക്കിയ മാലനെ എതിർക്കണമെന്ന്. 48 പിന്നെ എത്ര കൊല്ലം ഉണ്ടാവും? 48 ഒരു 58, 68, 10-70 കൊല്ലം മുമ്പ് 10-70 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ 70 കൊല്ലത്തിന് ശേഷം വരാൻ പോണ മാലനെ എതിർത്തിട്ടുണ്ട്. കളവ് പറയുമ്പോ സുഹൃത്തെ, 71 കൊല്ലം പാടൂര് കോയക്കുട്ടി തങ്ങള് വൈദുല്യം തർജമ എഴുതിയിട്ട് 71 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചൊല്ലിയ പുതിയ മുഹീദ്ദീൻ മാല ഉണ്ടായിരുന്നത്. അതിനെ ഇയാൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ. നല്ല കാര്യമായി പോയിട്ടുണ്ട്. ഇങ്ങനെ പച്ച കള്ളം പറയാ അല്ലേ? മാത്രല്ല, അപ്പോ എന്നോ വരാൻ പോണ മാലിനെ കുറിച്ച് 277 എങ്ങനെ സുഹൃത്തുക്കളെ 1348 ഇറങ്ങണ മാലിനെ വിമർശിക്കുക? അന്ന് ഈ സംഗതി തന്നെ അല്ലല്ലോ. ഇങ്ങനത്തെ പോയത്തക്കാരായാലോ നിങ്ങൾ ഇങ്ങനത്തെ വിഡ്ഢികളായാലോ. ഇത് കേട്ടിട്ട് എന്റെ പൊന്നു കുഞ്ഞാട് കുട്ടികളെ നിങ്ങൾ തക്ബീർ വിളിച്ചില്ലേ? എന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കലല്ലേ നിങ്ങളുടെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അബദ്ധം അവിടെ തന്നെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ അംസക്കോയ ബാക്കവി സുന്നത്ത് ജമാഅത്ത് വഹാബി പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മറുപടി പറഞ്ഞില്ല. മാത്രമല്ല, നിങ്ങളിപ്പോ പറയണെന്താണ്? ഈ ആശയം ശരിയാന്നല്ലേ? ഈ ആശയം തഫ്രീഹുൽ ഖാത്തിറിലുമില്ലേ ഇതേ കാര്യം? നിങ്ങൾ പറയണം തഫ്രീഹുൽ ഖാത്തിറൊക്കെ നിഷേധിക്കുക, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. മാത്രല്ല, ഇതിന് മൂപ്പര് ഈ രൂപത്തിലുള്ള കഥയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോയിക്കോ. ഇങ്ങനത്തെ ഔലിയാക്കന്മാരും ഇങ്ങനത്തെ മാലിയാബരിക്ക് ഒരു മൂപ്പര് ബഷീർ മാലയൊക്കെ പാടിയിട്ട് പറയണ് ഇവര് പല മാല ഉണ്ടാക്കും മുജാഹിദീങ്ങള്. ഇച്ചക്കഥകളും പൂച്ചക്കഥകളും ഒക്കെ പറഞ്ഞിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേര് ആരോ മാല ഉണ്ടാക്കിയിട്ട് ഇനി സലഫി അടുത്ത പ്രസംഗത്തില് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാല അങ്ങനെ പാടിയിട്ട് ഞങ്ങളോട് പറയും നിങ്ങളെ മാലയാണിത്. എനിക്ക് ആ പണിയാണല്ലോ. എന്നാ വേറൊന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മാല പുതിയത്. അതെന്താ? ഏതോ ഒരു ശവത്തെ പാടിപ്പുകഴ്ത്തുന്ന കുതിറത്ത് മാല. ഏതാ മാല? നിങ്ങൾക്ക് ഔലിയാക്കന്മാര് നല്ലോരാണോ ചീത്തേനൊന്നും നിങ്ങൾക്ക് നോക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ശവം കിട്ടിയാൽ മതി. കൈ കിട്ടിയാൽ കയ്യിങ്ങല ഉലിയ, മുട്ട് കിട്ടിയാൽ മുട്ടുങ്ങല ഉലിയ, നെഞ്ച് കിട്ടിയാൽ നെഞ്ചുങ്കല ഉലിയ. ഏത് ഭാഗം കിട്ടിയെങ്കിൽ അതിൻ്റെ പേരില്ല ഖബർ. ചില ഖബറിൽ ഒന്നും ഉണ്ടാവില്ല. ചില ഖബറിൽ നായാണോ പട്ടിയാണോ പൂച്ചയാണോ എന്ന് പോലും അറിയാന്ന് നിങ്ങളെ റിസാലയിലായിരിയത്. 1992 റിസാലയിൽ നിങ്ങൾ എഴുതി ചില മൺകൂനകൾ, അറിയപ്പെടാത്ത മൺകൂനകളിൽ മനുഷ്യന്മാരുടേതാണോ എന്ന് പോലും അറിയാത്ത കൂനകളുണ്ട് ഞങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനത്തെ ആൾക്കാരാ നിങ്ങൾ. ഇനി നിങ്ങൾ ഉണ്ടാക്കിയ മാല അത് ബഷീർ മാല ഒന്നുമല്ല, നിങ്ങളുടെ മൗലവി ഉണ്ടാക്കിയ, നിങ്ങളുടെ മുസ്ലിയാർ ഉണ്ടാക്കിയ മാലയാണ്. ഏതാ മാല? മൊനമ്പത്ത് ബീവി.
മുനമ്പത്ത് ബീവിയുടെ കുതിരത്തുകളാണ്. മുനമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശവം അടിഞ്ഞതാണ്. മുനമ്പത്ത് ജാറത്തിലൊരു പെണ്ണിന്റെ ശവം, നഗ്നമായ ഒരു പെണ്ണിന്റെ ജടങ്ങനെ വന്നു. അതെടുത്തിട്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ അടുക്കാൻ പറ്റാതായപ്പോൾ ഏതോ കളുടിയന്മാരെ ഏൽപ്പിച്ച് അതിട്ട് കുഴിച്ചിട്ട് അങ്ങനെ അവിടെ അങ്ങനെ ഒരു ജാറൊക്കെ ഉണ്ടാക്കിയിട്ട് മാല ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? പേരോട് പറയണം. ആരാ ഉണ്ടാക്കിയത്? മുഹമ്മദ് മറ്റത്ത്. നിങ്ങളെ മൗലവിയാ? ഞങ്ങളെ മൗലവിയല്ല, നിങ്ങളെ മൗലിയരാ. മുഹമ്മദ് മറ്റത്ത് ഞങ്ങളെ ആളല്ല എന്ന് പറയുങ്ങൾ, അല്ലെങ്കിൽ മാനസിക രോഗിയാ നിങ്ങൾ പറയണം. നിങ്ങൾക്കിപ്പോൾ എല്ലാവരും മാനസിക രോഗിയല്ലേ? എല്ലാവരും നിങ്ങൾക്ക് പറ്റാത്ത ആളല്ലേ? എന്നാ കുതിരത്ത് മാല കേട്ടോ. ഇത് പൊന്നാനി, ഇത് പുതുപൊന്നാനി മുനമ്പത്ത് മറപ്പെട്ട ബീവി അവറുകളുടെ കറാമത്തുകളിൽ നിന്ന് അല്പമാത്രം എടുത്തുകൊണ്ട് മറ്റത്ത് മുഹമ്മദ് എന്നവറുകൾ ഉണ്ടാക്കപ്പെടുകയും കുതിരത്തുമാല എന്ന പേര് വെക്കപ്പെടുകയും ചെയ്ത നേർച്ചപ്പാട്ടാകുന്നു. മാനുഷികവും പൈശാചികവുമായ ഏതുതരം വിഷമങ്ങൾക്കും ഇതിനെ നേർച്ചയാക്കി പാടുകയോ പാടിപ്പിക്കുകയോ ചെയ്താൽ ഉടനടി ഫലം സിദ്ധിക്കുന്നതുമാകുന്നു. കേട്ടോളി. സ്ഥാനം മുനമ്പത്തി മറവേട്ട ബീവിയാൾ ശറഫുറ്റ ചരിതങ്ങൾ പാടി അറിയുവീൻ. സാധിയം നൽകറാമത്തുകൾ കാട്ടിയേ സിദ്ധിയടങ്ങിയേ സ്ഥാനം അറിയുവീൻ. നീ കേട്ടോ കറാമത്ത്. മുപ്പത്തിയേറെ കറാമത്ത് എന്താ? ബഹറിന്നൊഴുകി വന്നെത്തിയ ബീവിയാൾ മഹദീസിമിനെ അറിയൂലാരാലും, ബീവി ബാലദീനെ അറിയൂലാരാലും, പിരിയപ്പെട്ടോരെ മയ്യത്ത് കണ്ടോരും. മൂപ്പത്തിയുടെ പേരറിഞ്ഞൂടാ, ഊരറിഞ്ഞൂടാ. ഊരെങ്കേ ചോദിച്ചാ കിട്ടൂല. ആരും ഊരും പേരൊന്നും അറിയില്ല. ഇനി എന്താ കറാമത്ത്? കറാമത്ത് കേട്ടോ. അവിടെ ഉണ്ടായ കറാമത്ത് 21 നാള് ബീവിയാൾ മയ്യത്ത് ഇരപകലില്ലാതെ കിടന്നു മുനമ്പത്ത്. ഉരുകുന്ന ചൂടിലും മരവിക്കും തണുപ്പിലും ഒരുപോലെ മയ്യം കീടന്നു താരത്തിലും. ഇത്രയും നാളുകൾ ബീവിക്ക് കാവലായി മത്തിര കൽബും കൂറുക്കനും നിപ്പിലായി. തത്തിയിടും പക്ഷികൾ ചിറകിട്ടു നിലയായി, തത്തീരം പാമ്പുകൾ കൊത്താതെ എഴുപ്പായി. ഇതിങ്ങനെ പാടിയിട്ട് പറയുന്നത് കണ്ടോ? 21 ജഡം അവിടെ കടഞ്ഞു, വെയിലത്തും മഞ്ഞത്തൊന്നും പോകാതെ. അങ്ങനെ വലിയ കറാമത്ത് മരുമോന് നൽകിയ കൈവീശ സിറുകൾ മറക്കാതെ അമ്മായി ഓതി കാബറുങ്ങൾ. മറഞ്ഞുള്ള കാര്യം വെളിവാക്കി അപ്പോലെ മാനവരെല്ലാം അറിഞ്ഞു ഒരുപോലെ. ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ പറയുന്ന കുതിരത്ത് മാല. ഏതോ ഒരു ശവം വന്ന മാലയാണിത്. ഇനി ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പറയേണ്ട. നിങ്ങളുടെ പൂങ്കാവനം മാസികയിലും ഇതിൻ്റെ മതമുണ്ട്. പൂങ്കാവനം 2004 ഏപ്രിലൊക്കെ നോക്കിക്കോ. അതിൽ കാണാം, ഒരു ലേഖനം കാണാം. മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോൾ, മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോ എന്തായാലും പറയുന്നതറിയോ? 1980 കാലഘട്ടം. കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പുതുവന്നാനി മുനമ്പിന്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീജടം പ്രത്യക്ഷപ്പെട്ടു. നഗ്നമായിരുന്ന ആ മൃതദേഹം തീരപ്രദേശത്തെ പഞ്ചാര മണൽ മറയ്ക്കുകയായിരുന്നു അത്രേ. 21 ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കിടന്നിട്ടും മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധ ദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടുകൂടി മെഹ്ദറ മസ്ജിദിന് സമീപത്തായി ഖബറടക്കുകയാണുണ്ടായത്. ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. മാറാ രോഗികളിൽ ശമനം, ദരിദ്രമായിരുന്ന മുക്കുവ കൂരകളിൽ സുഭിക്ഷത, നടുക്കടലിൽ കത്തിയെരിയുന്ന വെയിലേറ്റ് വാടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവമായ ഉണർവ്. അതിങ്ങനെ പറഞ്ഞത് അവസാനം പറയണത്, ആശയറ്റവർക്ക് ആശാ കേന്ദ്രമായി, ആലംബഹീനർക്ക് അവലംബമായി. ഏത്? പുതുവന്നാനിയിലെ ഈ ചീഞ്ഞളിഞ്ഞ ശവം. ഇത് കാന്തപുരത്തിന്റെ മുഖാവനല്ലേ? പേരോടെ അല്ലേ? ഇനി തീർന്നില്ല. ഇനി ഇവര് ഈ സംഗീതവും മ്യൂസിക്കും കഥാപ്രസംഗവും ഞങ്ങളെ പരിപാടിയല്ല. ഇവർ ഈ ഹറാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണത് എന്താണ്? ഒരു കഥാപ്രസംഗം. അതിൽ മ്യൂസിക്കും ഇതൊക്കെ കൊടുത്തിട്ട് മുനമ്പത്തെ ബീവിയുടെ മദ്ഹ് ഒരു കഥാപ്രസംഗമാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. കേട്ടോളീൻ. മനോഹരമായ ഭാഗത്ത് ജനവാസം നന്ന കുറവ്. മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങൾ താമസിക്കുന്ന ഈ നാടിന്റെ മനോഹരമായ തീരത്തേക്കാണ് അത്ഭുതത്തിന്റെ അക്ഷയകനിയായ ബീവിയുടെ വിശുദ്ധ ജനാസ ഒഴുകിയെത്തുന്നത്. അറബിക്കടലിന്റെ പൊന്നോളങ്ങൾ ആ പുണ്യ ജനാസയെ
വളരെ അതപോടെയാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്. മന്ദം മന്ദം തീരത്തേക്ക് ഒഴുകി വരുന്ന പുണ്യജനാസയെ കടൽ തീരം കയ്യേറ്റുവാങ്ങി. ഉലകത്തിന്റെ 1000 വർണ്ണപ്പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ കടൽ തീരം രോമാഞ്ചമണിഞ്ഞു. ഒരു കാലഘട്ടത്തെ മുഴുവൻ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് തങ്ങളിലേക്ക് ആവാഹിച്ച യുഗപുരുഷന്മാരെ പ്രസവിച്ച നാടാണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും വെളിയങ്കോട് ഉമർ ഖാദിയും ഈ നാടിന്റെ മക്കളാണ്. കൂടാതെ മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. ആ മഹാനുഭാവൻ തന്റെ പാദസ്പർശം കൊണ്ട് ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന ഈ പുണ്യനാട്ടിൽ മറ്റൊരു ഇതിഹാസത്തിന്റെ പൊൻതൂവൽ തുന്നിച്ചേർത്ത് വിളങ്ങുകയാണ് മഹതിയായ പുതുവന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ. കേട്ടില്ലേ? മഹാനായ പുതുവന്നാനി മുനമ്പത്ത് ബീബി റളിയല്ലാഹു അൻഹാ. ഏത് ഷവാദ് റളിയല്ലാഹു അൻഹാ നിനക്ക് ആരെ പഠിപ്പിച്ചെന്ന്? മാത്രല്ല അയ്യ മന്ദം മന്ദമ്മ തിരമാലകൾ ആ പുണ്യ ജഡത്തെ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ രോമാഞ്ചണിഞ്ഞ ഒച്ചങ്ങളാ കേട്ടത്. പേരോടിന് രോമാഞ്ചം ഉണ്ടായത് അല്ലേ? മാത്രല്ല നിങ്ങൾ എന്താ പറയല്, ഈ പെണ്ണിന്റെ ഊരെങ്കെ നാടെങ്കെ പേരെങ്കെ എന്താ അറിയോ? ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത് വെളിയങ്കോട്ടും ഒരു കളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട് എന്നാ ഞങ്ങളതിനെ പറ്റി പാടല്. ഊരും പേരും ഒന്നരല്ല. പിന്നെ എവിടുന്നാ ഈ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ കിട്ടിയത്? നോണ പറയേ ഇങ്ങനത്തെ പച്ചക്കള്ളം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുമ്പോ പറയും ഞങ്ങള് ഇതൊക്കെ ഇവര് മുജാഹിദീങ്ങൾ വെറുതെ പറയാണ്. നിങ്ങൾ നോക്കൂ, ഇത് ഞങ്ങൾ ഈ പറയും പോലെ നിങ്ങളും പണ്ട് പറഞ്ഞതാ. ഇത് അജ്ഞാത ജഡാണ്. സുന്നി വേദി, സുന്നി വേദി ഇംഗ്ലീഷിൽ വായിക്കുമ്പോ സുന്നി വെടി എന്നായിക്കോട്ടെ. എന്തായാലും ആ സുന്നി വെടിയില്, സുന്നി വേദിയില് കേട്ടോണേ, മുഖ്താർ മറുപടി പറയുന്നു. അതിൽ കേട്ടോളി, ഇനി ഞാൻ വായിക്കാം. മമ്പുറം നാഗൂര് പോലെ ഒരു കഴിഞ്ഞ സമാനിലുള്ള മഖ്ബറ അല്ല ഇത്. ഈ സമാനിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം. ഈ ബീവി ഒരു മഹദിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല. 2 മരണപ്പെട്ട ജഡമാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത്. അതിൽ പുരുഷന്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി. സ്ത്രീയുടെ ജഡത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഒരു ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധരാണ് ഖബറ് പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട്. ഇത്ര മാത്രമേ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം. എന്നിട്ട് പറയണ്, നാം മേൽപ്പറഞ്ഞ കാര്യം പുതുവന്നാനി, പൊന്നാനി, വെളിയങ്കോട്, പാലപ്പെട്ടി, മാറഞ്ചേരി, കുണ്ടുകടവ്, പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മുജാഹിദുകൾ പറയുന്നല്ല, അവിടുത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും പേരോടെ. ഇങ്ങനത്തെ അജ്ഞാത ഷടാണ്, ഒരടിസ്ഥാനം ഇല്ലാത്തതാണ്. പണ്ട് നിങ്ങൾ എഴുതി വരുമാനം കണ്ടപ്പോൾ നിങ്ങൾ കളം മാറ്റി ചവിട്ടിയതല്ലേ ഈ കണ്ടതൊക്കെ അല്ലേ? അപ്പൊ അങ്ങനത്തെ മാലിയും അങ്ങനത്തെ മൗലൂദും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. പിന്നെ വലിയ കാര്യമായിട്ട് മൂപ്പര് പറഞ്ഞെന്താ അറിയോ? മുജാഹിദീങ്ങൾക്ക് ഞങ്ങൾ ഔലിയാക്കന്മാരുടെ പേരിലുള്ള മാലുണ്ടാക്കാൻ പറ്റാത്ത ഉമ്മർ മൗലവി ജീവൻ പോയപ്പോലെ മാലുണ്ടാക്കിയിട്ടുണ്ട് എന്നാ. എന്നിട്ട് വായിക്കാണ്, സ്വർഗത്തിലേക്കു കൂതിച്ചാഹോ ചേതന വേദന. എന്നിട്ട് മൂപ്പര് പറയാണ്, അങ്ങക്കല്ലേ ഗുരോ ശൈഖേന്ന് മുജാഹിദീങ്ങൾ ഉമ്മർ മൗലവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കേരളം ഉണ്ടാക്കിയൊരു പരമശിവനല്ല ഉമ്മർ മൗലവി ഖാലിഖാനായി പറയുന്നുണ്ട്. പരശുരാമന്റെ കഥയെങ്കിൽ ദക്ഷിണ കേരളം അങ്ങയുടെ മാത്രമല്ലേ ഗുരോ. ഇവർക്കിങ്ങനെ ഉമ്മർ മൗലവിനെ അങ്ങനെ വിളിക്കാഞ്ഞിട്ടേ വിളിപ്പിക്കും നിങ്ങൾ ഉമ്മർ മൗലവിനെ. നിങ്ങൾ വിളിക്ക്, നാടായ നാട് സ്റ്റേജിലൊക്കെ ഇപ്പം നിങ്ങൾ എല്ലാ മാലയും നിർത്തിയിട്ട് ഉമ്മർ മൗലവിയുടെ മാല പാടിച്ചില്ലേ ഞങ്ങൾ നിങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് മൊയ്തീൻ മാല പറ്റൂലാന്ന് നാദാവൃത്തി നമ്മൾ പറഞ്ഞപ്പോൾ പേടിയായില്ലേ? മൊയ്തീൻ മാല ഒഴിവാക്കി ഇനി ഉമ്മർ മൗലവിയുടെ മാല പാടാനാണ് മൂപ്പര് തീരുമാനിച്ച്. കാരണം എന്ത് മാല പാടിയാലും ഇവിടെ മുജാഹിദ് മൗലവിമാർ വിടുന്നില്ല. എന്നാ ഉമ്മർ മൗലവിയുടെ മാല തന്നെ പാടിയിട്ട് പടച്ചോൻ കനിയോന്ന് നോക്കാ ഗുരോ മൂപ്പര് വിളിക്ക.
എന്നിട്ട് എന്നാ സുഹൃത്തുക്കളെ എന്താ അവിടെ സംഭവം? ഈ മാലയും മൗലും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഖുറാഫികൾ എന്താ മാല ഉണ്ടാക്കല്? എന്താ വസ്തുത? ഇവരൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ മദ്ഹ് ഉണ്ടാക്കി അയാൾ ജനിച്ച ദിവസമൊക്കെ നോക്കിയിട്ട് അത് ചെല്ലും. എന്നിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവർ ആ മാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഈ മാല പാടിയാൽ കൂലിണ്ടെന്നാ അല്ലേ? മാല പാടിയ എന്താണ്? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഒരു തെറ്റും കൂടാതെ മൊയ്തീൻ മാല ഫുള്ളാണ് പാടിയാൽ സ്വർഗം കിട്ടുന്ന അവർ പറയാറുള്ളത്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഉമർ മൗലവിയുടെ ഈ കവിത ചൊല്ലിയ കൂലിണ്ട് എന്ന്? സുഹൃത്തുക്കളെ, ഉമർ മൗലവി മരിച്ചപ്പോൾ ഒരു ചങ്ങാതി ഒരു കവിത എഴുതിയതാ. അത് അൽ ഇസ്ലാഹ് മാസികയിൽ വന്നു. ഞങ്ങൾ ഇസ്ലാഹ് മാസികയാണ് ഞങ്ങളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാഹ് അൽ ഇസ്ലാഹ് വേറെയാണ്. ഈ അൽ ഇസ്ലാഹിൽ കുറേ മുമ്പ് ഇങ്ങനെ ഒരു കവിത ഉമർ മൗലവി മരിച്ചപ്പോൾ വന്നു. ഇത് മൂപ്പര കിട്ടിപ്പോയി. ഒരു മരിച്ച ആളെ പേരിൽ ഒരു കവിത കണ്ടാൽ മൂപ്പര അപ്പ പാടാൻ നടക്കുക. എന്ത്? അത് മാലയാണ്, ഉമർ മാലയാണ്, ഉമർ മൗലയുടെ മാലയാണ്. ഇവിടെ എന്തൊക്കെ നുണയാ പറഞ്ഞത്? ഉമർ മൗലവിനെ കുറിച്ച് അതിൽ സമാധാനം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, പരാശ്രയമില്ലാതുള്ള അങ്ങയുടെ യാത്രയിൽ അള്ളാഹു പരാശ്രയമില്ലാത്തവനാണ്. ഉമർ മൗലവിയും നിരാശ്രയനാണ്. എന്നാ പേരോടെ അതിന്റെ അപ്പുറത്തെ വരി എന്താണ്? പൈസ ഇല്ലാതെ എത്ര വിഷമിച്ചു അങ്ങ് എന്നാ പറയണത്. നിരാശ്രയം പൈസ ഇല്ലാതെ വിഷമിക്കുവോ? ആ അർത്ഥത്തിലാണോ പറഞ്ഞത്? പച്ച നോണ പറയാ, എല്ലാം നോണ പറയാ. എന്നിട്ടും സുഹൃത്തുക്കളെ, ഇയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞപ്പോൾ നമ്മൾ അപ്പോഴാ ഇങ്ങനെ ഒരു സംഗതി തന്നെ കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു കവിത തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അത് അൽ ഇസ്ലാഹ് മാസികയിൽ തിരുത്തും ചെയ്തു. എന്ത്? നിങ്ങൾ നോക്കൂ, ഉമർ മൗലവിയുടെ പേരിൽ മൗലിദോ. എന്നിട്ട് ഇസ്ലാഹിൽ എഴുതി എന്തായാലും പറയണത്, ഇസ്ലാഹിന്റെ വക്താക്കളോ മുജാഹിദുകളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അൽ ഇസ്ലാഹിന്റെ വക്താക്കളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ബന്ധപ്പെടുകയും ഈ തെറ്റ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാഹിന്റെ അൽ ഇസ്ലാഹിന്റെ എഡിറ്റർ ഞങ്ങൾക്ക് തന്ന വിശദീകരണത്തിന്റെ ചുരുക്കം ഇവിടെ ഉൾപ്പെടുത്തുന്നു. 2000 ഏപ്രിലക്കം അൽ ഇസ്ലാഹിൽ ഉമർ മൗലവിയെ സംബന്ധിച്ച് എഴുതിയ കവിതയിലെ ചില പരാമർശങ്ങൾ അബദ്ധമാണ്. അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നീതീകരിക്കാവുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഇത് പറഞ്ഞിട്ടും ചങ്ങാതി പിന്നെ ഇതും കുടിച്ചുകൊണ്ട് കിടക്കുക. ഉമർ മൗലവിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും എഴുതിയതല്ല. ഒരു കവിത എഴുതി അതിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല, അത് തിരുത്തും ചെയ്തു. എന്നിട്ട് അത് മാല. അങ്ങനെയാണ് ഈ കൂട്ടരെ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആരുടെയൊക്കെ മൗലൂദാ ചെല്ലണത്? നിങ്ങളിപ്പോൾ ആരുടെയൊക്കെ മൗലൂദാ ചെല്ലണത്? ഞാൻ ഒന്ന് പറയാൻ നമുക്ക് മൗലൂദ് തന്നെ ആക്കുകയെല്ലാം. ഇതാ നമ്പർ 1 അടൽ ബിഹാരി വാജ്പേയി മൗലൂദ്. നിങ്ങൾ ചെല്ലിയ മൗലൂദാ പറഞ്ഞുതരാം കേട്ടോളി. കേട്ടോളെ, കാന്തപുരത്തിന്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ് ചിത്രമൊക്കെ കണ്ടോളിട്ടോ. ചിത്രത്തിന്റെ അടിക്കുറിപ്പ് കേട്ടോളെ. വാജ്പേയി മൗലൂദിന്റെ ഒരു ദൃശ്യം. ഒരു മൗലന്മാർ ഇരുന്നിട്ട് മൗലൂദ് ഓതാണേ. കാന്തപുരത്തിന്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ്. അറബിയിലുള്ള, മലയാളത്തിൽ കുറെ മൗലൂദ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അറബിയിൽ കേട്ടോളൂ. മലയാളത്തിലുള്ള മൗലൂദ് ഞാൻ കുറച്ച് വായിക്കാം. ഇന്ത്യയുടെ 12ാം പാർലമെന്റിന്റെ പ്രധാനമന്ത്രിയായി ശ്രീ അടൽ ബിഹാരി വാജ്പേയി അധികാരമേറ്റെടുത്തു. ഇത് മലയാളം. കുറെ പറയുന്നുണ്ട്. ബ്രഹ്മചാരിയായ ഇയാൾ വാജ്പേയി മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അത് മലയാളം മൗലൂദ്. ഇനി അറബി. അറബി ഉണ്ടാവുമല്ലോ മൗലൂദിന്, ഗദ്യവും പദ്യമൊക്കെ ഉണ്ടാവും, പിന്നെ അറബി ഉണ്ടാവും. അടൽ ബിഹാരി വാജ്പേയി കേട്ടോ മൗലൂദാണ്. അടൽ ബിഹാരി വാജ്പേയി ഇങ്ങനെ പറയുന്നുണ്ട്. മൗലൂദല്ലേ? അപ്പൊ അറബിയിലും. വാജ്പേയി മൗലൂദ് പിടിച്ചോ? എനിക്ക് സമയമല്ല. വാജ്പേയി മൗലൂദ് 1. ഇനി അടുത്തങ്ങൾ ആരതാ മാല ചൊല്ലിയത്? തകഴിമാല. ഫോട്ടം വെച്ചിട്ട് മാല ഉണ്ടാക്കല്ലോ ഇവര് ഫോട്ടം വെച്ച് മാല ഉണ്ടാക്കൂല. ഉമർ മൗലവിയുടെ ഫോട്ടം വെച്ചിട്ടാ മാല ഉണ്ടാക്കിയത്. നിങ്ങൾ തകഴിമാല ഉണ്ടാക്കിയത് ഫോട്ടം വെച്ചിട്ടാ. അടോളി റിസാലയിലാണ്. നിങ്ങൾ റിസാലയിൽ കണ്ടോ തകഴിമാല. ആരാ? മലയാള സാഹിത്യത്തിൽ ഇതിഹാസം തീർത്ത കഥാകാരൻ തകഴിയുടെ സ്മരണക്ക് മുന്നിൽ 2 ഇടങ്ങഴി രചിച്ച പേന കണ്ടിന്നു കൈരളി ചിരിച്ചു നിൽക്കവേ വന്നു മൃത്യുവധ കൊണ്ടുപോയി യാതന്യനാം തകഴി ഓർമ്മ മാത്രമായി എന്നുമേ കഥ രചിച്ചു ധന്യനായി ഇമ്മഹി തലമതിൽ തിളങ്ങി ഹാ ഇന്നു ഭാഷയതി ഭാഗ്യഹീനയായി വന്ന ദുഃഖമതിൽ വീണു കേരളം വീണു. തകഴി ശ്രീ ശിവശങ്കരപ്പിള്ള. ശിവശങ്കരപ്പിള്ളന്റെ മാലയാണേ. അത് SSFകാരന്റെ മാസികയിലാണ് കൊടുത്തത്. ഫോട്ടം വെച്ചിട്ടുള്ളത്.
കേരളം കരഞ്ഞു. മൂപ്പര് മരിച്ചപ്പോഴേ കേരളം വീണു എന്ന് മാത്രല്ല, ഓർത്തിടുന്ന സമയത്ത് കണ്ണുനീർ ധാരയായി മഹിയിൽ വീഴ്ത്തി കൈരളി, ഓർത്തു കൈരളി കരഞ്ഞിടുന്നു ഹാ. അവസാനം ഇന്നു കൈരളി വിളിച്ചു പുത്രന്, ധന്യനാം തകഴിയേയതിദീന വന്ന ശോകമതുമോർത്തു കേരളം എന്നുമേ നയനവും തുടച്ചു ഹാ. തകഴിമാല. ഇനി ഗദ്യം കേട്ടോളി. മൗലൂദാകുമ്പോ മാല ഇതിപ്പെട്ടോ. ഇനി ഗദ്യത്തിൽ കേട്ടോളി. ഗദ്യത്തിൽ തകഴിനെ പറ്റി പറയുന്ന കേട്ടോളെ. ഒക്കെ വായിച്ചു തരാം. പേരോടിന് ഏതായാലും മൗലൂദിന്റെ പൂജ തീർത്ത് തരാം. തകഴി ഇനി മൗലൂദ് ഇനി ഗദ്യത്തിലാട്ടോ. തകഴി വലിയ എഴുത്തുകാരനായിരുന്നു. ഒട്ടേറെ ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം ജന്മം നൽകി. ചെമ്മീനാണ് തകഴിയെ പ്രശസ്തനാക്കിയത്. കയറും അങ്ങനെ തന്നെ. മൂപ്പരെ ധന്യനാക്കിയതിൻ്റെ എന്താ? ചെമ്മീനും കയറും ഒക്കെ മൂപ്പര എഴുതിയ സിനിമയും നോവലൊക്കെ. വലിയ ഔലിയപ്പാപ്പന്. നിങ്ങളെ സമസ്തയാകാൻ പറ്റിയ ആളാ. അല്ലേ? നിങ്ങൾക്ക് ഏതാ മാല വേണ്ടത്? ഇനി ഇതാ അടുത്ത മാല. വേറൊരു മാല കേട്ടോളീൻ. പുഷ്പാർച്ചന മാലന്റെ പൂതി പേരോട് തീർത്തരാ. നിങ്ങളിതൊക്കെ മാലയാക്കിയിട്ടില്ലേ ഇങ്ങനെ? എന്നാ കേട്ടോളീൻ. ഒരു പുഷ്പാർച്ചന നബിനെ പറ്റിയിട്ടാണ്. നബിനെ പറ്റി എഴുതാണ്. ലോകം മുഴുവൻ അടക്കി വാണിടുന്ന ശോകങ്ങൾ തീർക്കാൻ മുഹമ്മദ് നീ വന്നു. ഈ വന്ന ലോകർക്കുമൊക്കെയും നീ നല്ല ജ്ഞാനോപദേശങ്ങൾ ചെയ്തു വാണില്ലയോ. എങ്ങാ ശാന്തി തൂടി കൊട്ടുന്ന വിടെ നീ വന്നങ്ങ ശാന്തി കാളഞ്ഞു വാണില്ലയോ. അടുത്ത വരി കേട്ട പേരോടെ. എങ്ങുമേ സൗഖ്യം പകരാൻ ഖുറാനുമേ നന്നായി രചിച്ചു നീ ലോകോപകാരമായി. അല്ലാഹുവിന്റെ റസൂലാ ഖുർആൻ രചിച്ചത് എന്ന് പേരോടെ. നിന്റെ മാസികയില് റസൂലാ ഖുർആൻ ഉണ്ടാക്കിയത്? റസൂലാണോ ഖുർആൻ ഉണ്ടാക്കിയത്? അല്ലല്ലേ. റസൂല് ഖുർആൻ രചിച്ചു. തീർന്നില്ല. സാധാരണ അള്ള ഇറക്കിയ ഖുർആൻ കണ്ടിട്ട് നമ്മളൊക്കെ അത്ഭുതപ്പെടല. ഇത് റസൂൽ ഇറക്കിയ ഖുർആൻ കണ്ടിട്ട് അള്ള അത്ഭുതപ്പെട്ടു എന്നാ അടുത്ത വരി. കേട്ടോ ശരിക്കും കേട്ടോ. അല്ലാഹു നിന്റെ മഹിമ കണ്ടത്ഭുത സ്തബ്ധനായി ലോകത്തിൽ വന്നുത്ഭവിച്ചല്ലോ. അല്ലാഹു നിന്റെ മഹിമ കണ്ട അത്ഭുത സ്തബ്ധനായി ലോകത്തിൽ വന്നു ഉത്ഭവിച്ചല്ലോ. നോക്കണം നിങ്ങൾ. അല്ലാഹ് അങ്ങോട്ട് അവതരിച്ചു. അല്ലാഹ് അവതാരാണ്. എന്തൊക്കെ പേച്ച വിശ്വാസ പേരോടെ. എന്തൊക്കെയാ നിങ്ങൾ എരിവിട്ട്? നിങ്ങൾ മാല ഇനിയുണ്ടൊരു അട്ടി കൊണ്ടുവരും ഞങ്ങള്. നിങ്ങൾ എന്താ വിചാരിച്ചതൊന്നും ഞങ്ങൾ കണ്ടില്ലാന്നോ? ഇങ്ങനത്തെ പച്ച ആശയവിരുദ്ധമായ കാര്യങ്ങളല്ലേ നിങ്ങൾ എരിവിടുന്നത്. അപ്പൊ ഇതൊന്നും മാലയല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ എരിവിടുന്നവരാ. ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾ നോക്കൂ. കാര്യമായിട്ട് ഇവിടെ ഒരു തട്ടിപ്പ് പറഞ്ഞാൽ എന്താ അറിയോ? മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കാണ്. മുജാഹിദീങ്ങളെ പള്ളിയിൽ ബിസ്മില്ല. അതൊരു മൂപ്പര് നാട്ടിലൂടെ ഇരിക്കുക. നമ്മളെ വലിയ പള്ളിയിൽ ബിസ്മില്ലേ? ഇത്തം പള്ളിയിലില്ലേ? ഇവിടെ അല്ലേ? മുജാഹിദ് പള്ളിയിൽ ബിസ്മിണ്ടോ? അപ്പൊ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ പറയാം ഇല്ലല്ലല്ലല്ല ഇവരെ അവിടെ പോയമായിട്ട്. അപ്പൊ തേച്ചു നിങ്ങളെ മുമ്പിൽ ഇരിക്കണതൊക്കെ മുജാഹിദീങ്ങളാ അല്ലല്ല എന്ന് പറയാൻ? നിങ്ങളൊക്കെ അവിടെ പോയിട്ട് സംസ്കരിക്കല് പോകട്ടെ. ഇവരെന്താ പറഞ്ഞത് അതിനെപ്പറ്റി? നമുക്ക് ബിസ്മില്ല. ഫാത്തിഹയിൽ ബിസ്മി ഓതാത്തോർ. എന്നിട്ട് മൂപ്പര് ഒന്നും കാണിക്കല്ല. കുഞ്ഞാടിനെ വിളിച്ചിട്ട് പറയാം, മോനെ ഒരു ഖുർആൻ എടുത്താ. ഖുർആൻ മൂപ്പരിങ്ങനെ ക്യാമറയിൽ കാണിക്കുക. മൂപ്പരൊരു പാപ്പരത്തെ ഒന്നും കാണിക്കാനില്ലാഞ്ഞിട്ട് ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് കാണിക്കേണ്ടതുണ്ടോ? ഖുർആൻ എടുത്തിങ്ങനെ ഫാത്തിഹ കാണിക്കണത് അതും വേറെ ആയത്തല്ല. മുസ്ലിമീങ്ങൾക്ക് പരിചയം. മൂപ്പര് പറയാ, സുഹൃത്തുക്കളെ ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണിതേ. മുസ്ലിയാക്കന്മാരും മൗലൈമാരും തമ്മിലുള്ള തർക്കമാണേ. എന്താ തർക്കം? ഫാത്തിഹയിൽ ബിസ്മി ഓതണോ വേണ്ടേ? മൗലൈമാർ പറയുന്നു ഓതണ്ട, ഞങ്ങൾ പറയുന്നു ഓതണം. നമുക്ക് മുസാബ് എടുത്തോണ്ടൊരു തീരുമാനിക്കുക. മുസാബിൽ നോക്കി നിങ്ങൾ ഫാത്തിഹയിൽ ബിസ്മില്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. കേട്ടോളി ആ ഭാഗം. അതുകൊണ്ട് തന്നെ പഠിച്ചവന്റെ പേര് പറഞ്ഞു ഓതണോ. അതുകൊണ്ട് ആ ബിസ്മി ഓതിയിട്ട് നമ്മളെ ഫാത്തിഹയൊക്കെ ഉണ്ടാകുക. നിങ്ങളൊന്ന് നോക്ക്. മുജാഹിദിന്റെ അധിക പള്ളിയിൽ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല. മുജാഹിദിന്റെ പള്ളിയിൽ ബിസ്മി ഓതൂല. ബിസ്മി ഓതൂല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു തർക്കാണ്. നിങ്ങൾ നമ്മൾ നമ്മളെ തർക്കായി പറയുന്നത്. നിങ്ങളും നമ്മൾ നമ്മളെ തർക്കം. നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മി ഓതുന്നു. ഈ രാജുലുദ പള്ളിയിൽ ബിസ്മി ഓതുന്നു. ഞങ്ങളെ പള്ളികളിലൊക്കെ ബിസ്മി ഓതുന്നു. നിങ്ങളെ പള്ളിയിൽ ബിസ്മി ഇല്ല. ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഇല്ല. നാദാപുരത്തെ ജനങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ. അപ്പൊ ഞങ്ങൾ മൗലൈമാരും മുസ്ലിംമാരും തമ്മിലൊരു തർക്കാണിപ്പോ. ബിസ്മി ഓതണോ വേണ്ടേ അല്ലെ? ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ തർക്കാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ മൗലൈമാരെ പിന്നാലെ നടക്കുന്ന ചില ആളുകളുടെ വിവരമില്ലാതെ പെട്ടുപോയ ചില ഡോക്ടർമാര്, വിവരമില്ലാതെ പെട്ടുപോയ ചില മാഷന്മാര്, വിവരമില്ലാതെ പെട്ടുപോയ ചില പഞ്ചായത്തോ ബ്ലോക്കോ മെമ്പറോ എന്തല്ല അങ്ങനൊക്കെ പെട്ടുപോയ ചില വിവരമില്ലാത്തവരുണ്ട്. അള്ളാഹ് അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കരുത്.
എനിക്ക് അവരോടൊന്നും വിരോധമില്ല, അവർ അറിവില്ലാതെ പെട്ടുപോയതാണ്. അവർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യം ശരിക്കും അവർ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മതി. അവരൊന്നും ഇതിലേക്ക് പോകുമ്പോ നാട്ടുകാരെന്നുള്ളവർക്ക് എന്നോട് കൂടി ചോദിച്ചിട്ട് പോയെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. ഞാൻ പറയാ, നിങ്ങളോട് ചോദിക്കട്ടെ, നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മിയുണ്ട് അല്ലേ? നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ഫാത്തിഹയ്ക്ക് ബിസ്മിയുണ്ട്, ഇവിടുത്തെ പള്ളിയിലും ബിസ്മിയുണ്ട്. അതേസമയത്ത് മുജാഹിദ് പള്ളിയിൽ ബിസ്മില്ല. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ ഇപ്പൊ തർക്കാൻ. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ, നിങ്ങളൊരു മുസഹഫ് എടുക്കുക. മോനെ, ഒരു മുസഹഫ് എടുത്തോണ്ട് ഒരു ഒതുള്ള ഒരു മുസഹഫ് ഉണ്ടിനി. എന്റെ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ? അതിന് നമ്മൾ ശബാബ് നോക്കണ്ട, സിറാജ് നോക്കണ്ട, റിസാല നോക്കണ്ട, സുന്നി വോയിസ് നോക്കണ്ട, കാന്തപുരം എന്ന് പറഞ്ഞു നോക്കണ്ട, ഇ.കെ. ഉസ്താദ് എന്ന് പറഞ്ഞു നോക്കണ്ട, കണ്ണിയത്ത് എന്ന് പറഞ്ഞു നോക്കണ്ട, ഹുസൈൻ ഉസ്താദ് എന്ന് പറഞ്ഞു നോക്കണ്ട, പിന്നെ അർത്ഥം മാറ്റി നോക്കും പറയണ്ട. മുസഹഫ് എടുക്കുക, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ നോക്കുക. മുജാഹിദിന്റെ പള്ളിയിൽ പോയിട്ട് അപകടം വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കാനായി ഞാൻ പറയും. നിങ്ങൾ മുസഹഫ് എടുക്കുക, പള്ളിയിൽ നിന്ന് കേട്ടോ, ഇതാ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ, മുസഹഫ് എടുത്തിടോ നിങ്ങൾ പരിശോധിച്ചാളെ. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ? എല്ലാ മുജാഹിദികളോടും ഞാൻ പറയാം, മുസഹഫ് കള്ളത്തരുണ്ടാവോ? മുസഹഫിൽ കളവുണ്ടാവോ? ഫാത്തിഹയിൽ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മി ഉണ്ട്, ഈ പള്ളിയിൽ ബിസ്മി ഉണ്ട്, മുജാഹിദ് പള്ളിയിൽ ബിസ്മി ഇല്ല. ഞാൻ ചോദിക്കുന്നു, ബിസ്മി ഫാത്തിഹയിൽ ഉണ്ടോ ഇല്ലേ? മുസഹഫ് ഒന്ന് മറിച്ച് നോക്കുക. മുസഹഫ് മറിച്ച് നോക്കാനുള്ള ഒരു ബുദ്ധിയും കൂടി ഇല്ലാത്തവനാണോ മുജാഹിദ് ആകുന്നത്? അള്ളാഹു കാക്കട്ടെ. മുസഹഫ് ഒന്ന് മറിച്ച് നോക്കുക, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ? കണ്ടില്ലേ സുഹൃത്തുക്കളെ, എന്തായി പറയണ്ടേ ഇയാള്? ഇയാൾ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? ഇവിടുത്തെ മാഷന്മാരും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും ആരൊക്കെ മൂപ്പര് പറയുന്നുണ്ട്, കുറെ നാദാപുരത്തുനിന്ന് കുറെ ആൾക്കാർ മുജാഹിദായി പോയാലും മൂപ്പർക്ക് വലിയ വിഷമം. എന്നിട്ട് മൂപ്പര് പറയാ, നിങ്ങളൊക്കെ മുജാഹിദാവുമ്പോ എന്നോടൊന്നും ചോദിക്കരുതായിരുന്നോ? കിബറല്ലേ ആ പറഞ്ഞത്? നിങ്ങളോട് ചോദിച്ചിട്ടാ പോവുക? ഇങ്ങനൊരു ചോദ്യം പണ്ടൊരാൾ ചോദിച്ചു എന്ന് അള്ളാഹ് ഞങ്ങളെ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പേര് ഫിറഔൻ സഖാഫീന. അറിയോ നിങ്ങൾക്ക്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ ജാലവിദ്യക്കാരുടെ മനം മാറി. തെളിവാണ് ആ കാണിച്ചത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായപ്പോ മൂസാ നബിയുടെ മുമ്പിൽ അവര് പടച്ചതമ്പുരാന്റെ മുമ്പിൽ സുജൂദായിട്ട് വീണു. ഖുർആൻ പറയാണ്, ഫൗൽഖിയസ് സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. ഈ സാഹിരീങ്ങൾ അങ്ങ് മുസ്ലിമീങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചപ്പോ മൂസാ നബീന്റെ പാർട്ടിയിൽക്കാണ് പോയി. അപ്പൊ ഫിറഔൻ സഖാഫി ചോദിക്കാണ്, പേരോട് ചോദിച്ച മാതിരി. എന്താ ചോദ്യം? ഖാല, ഫിറഔൻ സഖാഫി ചോദിച്ചു, ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. എന്നോടൊന്ന് സമ്മതം ചോദിക്കണതിന് മുമ്പ് നിങ്ങളാണ് പോകുക? ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങളാണ് വിശ്വസിക്കേ? ചോദിച്ചില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഫിറൗനിന്റെ ഈ ധിക്കാരൊന്നും കേട്ട് പേടിക്കണ്ട. നിങ്ങൾ അള്ളാഹുടെ ദീന് മനസ്സിലാക്കി ഇങ്ങോട്ട് പോതോളിൻ. ആഖിറും വെളിച്ചാവും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം. ഇനി വിഷയം പറയട്ടെ. ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ പറയണ് ഫാത്തിഹയിൽ ബിസ്മില്ല, ഫാത്തിഹയിൽ നമ്മൾ ബിസ്മി ഓതുന്നില്ല. ഇയാൾക്ക് വിഷയം തിരിയോ? മുജാഹിദ് പള്ളിയിൽ എന്താ നടക്കുന്നത് ഇയാൾക്കറിയോ? സുഹൃത്തുക്കളെ, ബിസ്മി ഇല്ല എന്ന് പറയണ എന്താ കാരണം? ബിസ്മി പതുക്കെ ഓതാറുള്ളതെന്നല്ലേ? നമ്മളൊക്കെ സുഹൃത്തുക്കളെ പള്ളിയിൽ നിന്ന് ഫാത്തിഹ ഓതുമ്പോ എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞങ്ങളിങ്ങനെ ഓതും. അപ്പൊ പേരോടെ മൈക്കിന്ന് പുറത്തേക്ക് കേട്ടതാ, മുജാഹിദ് പള്ളിയിൽ എന്താ നടക്കണെന്ന് നോക്കാം. ഇശാക്ക് അവിടെ പോയിക്ക. അപ്പോ അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതൊന്നും കേൾക്കുന്നില്ല. മൂപ്പര് അൽഹംദു കേൾക്കണം. അപ്പൊ മൂപ്പര് വേഗം പഠിച്ചു വെച്ചു, മുജാഹിദീങ്ങൾക്ക് ബിസ്മില്ല. എന്നാ പേരോടെ പഠിച്ചോ. ഞങ്ങൾ ബിസ്മി പതുക്കെ ഓതുന്നുണ്ട്. പതുക്കെ ഓതുന്നതൊക്കെ അല്ല ഞങ്ങൾ വിചാരിച്ചത്. എന്നാ നിങ്ങൾക്ക് വജ്ജഹത്തുണ്ടോ? നിങ്ങൾ ഈശ നിസ്കരിക്കുമ്പോ വജ്ജഹത്ത് ഓതുവോ? ഞാൻ പറയണില്ല. എന്തേ കാരണം? ഉറക്കെ പറയുന്നില്ലല്ലോ. സുഹൃത്തെ, നിങ്ങൾ പതുക്കെ പറയുന്നില്ലേ? നീ സുഹൃത്തെ വിളിച്ചോട്ടെ, ചിലപ്പോ നന്നായെങ്കിലോ. ഹബീബേ, സുഹൃത്തേ, കാക്കേ ഒക്കെ വിളിക്കാലോ. നന്നാവൂ നോക്കട്ടെ. നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കും. നിങ്ങൾക്ക് ഗണ്ണനത്തിന്റെ ലദ്ദത്തൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ഞാൻ മാത്രമൊന്നുമല്ല, ഇതിനിപ്പോ ഷാർജിൽ നിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല ആൺകുട്ടികളായിട്ട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഹനീഫ് കായക്കോട്ടെ മുമ്പ് എത്രോടൊന്ന് ഓടിയിട്ടുണ്ട്. ജക്കരിയ സലാഹിയുടെ മുമ്പ് നിങ്ങൾ എത്രോടൊന്ന് ഓടിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ കമ്മി ഉണ്ടായിട്ടൊന്നുമില്ല, നമ്മൾ വരേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ വിഷയം വരെയാണ്. എന്തോ ആട്ടെ, നിങ്ങൾ നോക്കൂ, ഇതിൽ പറയാണ് പിന്നെ ബിസ്മില്ല. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ എന്താണ്? നമ്മളെ പാഠപുസ്തകം വായിച്ചിട്ടാ പറയണേ ഫാത്തിഹയിൽ ബിസ്മില്ലേ. നിങ്ങൾ പോയി ചോയ്ക്ക്, അബൂ ഹനീഫ ഇമാമിനോട് പോയി ചോയ്ക്ക്. കേറിക്കോ, ഒരു മുസാഫ് എടുത്തിട്ട് പോണം നിങ്ങൾ ഹനഫി ഇമാമിന്റെ ഖബറുകൾക്ക്. എന്നിട്ട് കാണിച്ചു കൊടുക്കണം, എന്താ ഹനഫി ഇമാമ നിങ്ങൾ ഈ ഫാത്തിഹ ഓതണ്ടാന്ന് പറഞ്ഞിരിക്കണേ?
ഇത് ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ മാലിക് ഇമാമിന്റെ ഖബറുകൾക്ക് പോകണം, മുസാഫ് എടുത്ത് മാലിക് ഇമാമിന്റെ ഖബറുകളിലേക്ക് നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് പോകണം. എന്നിട്ട് ഫാത്തിഹ കാണിച്ചു കൊടുക്കണം. എന്താ മാലിക് ഇമാമേ, നിങ്ങൾ ഉറക്കുകയാണെങ്കിലും പതുക്കെയാണെങ്കിലും ബിസ്മി ഓതൽ കറാഹത്തേന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്തെങ്ങൾക്ക് ഖുർആൻ തിരിയില്ല? നിങ്ങൾ പോയി ചോദിക്കണം. നിങ്ങൾ അതൊക്കെ പോകട്ടെ, നിങ്ങൾ എന്താ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്? ഇതേതാ പുസ്തകം? ദുറൂസുൽ ഇസ്ലാം. ദുറൂസുൽ ഇസ്ലാം ധാരത സുന്നി വിദ്യാഭ്യാസ ബോർഡ്, പേരോടിന്റെ പാർട്ടി. നിങ്ങൾ കുട്ടികൾക്ക് എന്താ പഠിപ്പിക്കുന്നത്? കേട്ടോളി, ഞാൻ വായിക്കാം. ഇതിന്റെ 93-ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. സിഫത്തു സലാത്ത്. ഫാത്തിഹയുടെ മുമ്പ് പതുക്കെ ബിസ്മി ഓതൽ എല്ലാ റക്അത്തിലും സുന്നത്തുണ്ട്. പതുക്കെ ഓതണം. നിങ്ങളെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ലേ? പതുക്കെ ഓതണം നല്ല പേരോടെ നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും അത് ഹനഫി പുസ്തകമാണ്, എന്നാ ഞങ്ങളത് സലഫി പുസ്തകമാണ്. അത് ഹനഫി കുട്ടികൾക്കാണ്, എന്നാ ഞങ്ങളത് സലഫി കുട്ടികൾക്കാ പേരോടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇനി തീർന്നില്ല. പതുക്കെ ഓതണതൊക്കെ തീരെ ചെയ്യാത്തതാണെങ്കിൽ പിന്നെ വജ്ജഹത്തുല്ല എന്ന് പറയേണ്ടി വരും. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറയേണ്ടി വരും. അത്തഹിയാത്ത് ഇല്ലാത്തവരാന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവരോ എന്ന് പറയേണ്ടി വരും. അതൊക്കെ നിസ്കാരത്തിൽ പതുക്കല്ല പേരോടെ പറയാറുള്ളത്. അപ്പൊ പതുക്കെ ഓടുന്നത് കൊണ്ട് ഫാത്തിഹയിൽ ബിസ്മില്ലാന്ന് ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളുടെ ഇമാമിങ്ങൾ, ഞങ്ങൾ ആദരിക്കുന്ന അബൂ ഹനീഫ ഇമാമ് തന്നെ, മാലിക് ഇമാമ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ, അങ്ങനെയുള്ള പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട് നിസ്കാരത്തിൽ ബിസ്മി പതുക്കെ ഓതിയാൽ മതി. ചിലർക്ക് ഉറക്കിയും പതുക്കിയും ഓതണ്ടാന്നും അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ മൂടി വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ബിസ്മി കാണിച്ചിട്ട് കബളിപ്പിക്കാൻ നോക്കുന്ന പരിപാടി നാദാപുരത്ത് വിളമ്പണ്ട. ആ കള്ളി ഇവിടെ പൊളിക്കും പേരോടാ. ഇനി കേട്ടോ, ഇനി അടുത്ത് ഇവരെ ദീനിന്റെ കോലം കേട്ടോ. ഇവരെ ദീനിന്റെ കോലം കേട്ടോളണേ. സുന്നത്ത് മാസിക. എന്താ സുന്നത്ത് മാസികയിൽ? അതിന് ആദ്യം വായിക്കാം. ചോദ്യോത്തരം. ആരാ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP മുഹമ്മദ് മുസ്ലിയാർ. ഞാൻ പിടിക്കണ്ട, അബൂബക്കർ മുഹമ്മദായി വെല്ലുവിളിക്കണ്ട. തിരുത്തേണ് ഇപ്പൊ തന്നെ. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, ചോട്ടാ കാന്തപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. എന്താ ചോദ്യം കേട്ടോളിട്ടോ. ഹനഫി മദ്ഹബിലെ സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത് എവിടെയാണെന്ന് വിശദീകരിക്കണം. നെഞ്ചിന്മേൽ വെക്കണമെന്ന് മദാഹിബുൽ അർബഈൽ കാണാമല്ലോ, അതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഒരു ചോദ്യമാണ്. അപ്പൊ ഹനഫി മദ്ഹബിൽ പെണ്ണുങ്ങൾ നെഞ്ചത്താ കൈവെക്കുക. നോക്കണം, ആണുങ്ങൾ പൊക്കലിന്റെ താഴെ കൈയ്യട്ടും പെണ്ണുങ്ങൾ നെഞ്ചത്തും കൈവെക്കും. അതിന്റെ സിറൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ലേ. എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ എന്ന് ചോദിച്ച്, അങ്ങനെ ചോദിച്ചപ്പോ കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ മറുപടി കൊടുക്കുന്നു. കേട്ടോളിട്ടോ. ഹനഫി മദ്ഹബിൽ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടേണ്ടത് പൊക്കിലിന്റെ താഴെയാണ്. അതിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. മദാഹിബുൽ അർബഈൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട്. നോക്കണം, മദാഹിബുൽ അർബഈൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നെഞ്ചത്ത് കൈവെക്കണം എന്ന് കാണുന്നത്. ആ വാദം ശരിയല്ല എന്ന് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചതാണ്. സുന്നത്ത് മാസികയിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടില്ലേ പേരോടെ? എന്നാൽ നിങ്ങളുടെ മുജാഹിദ് ആശയം, ഈ മുജാഹിദ് ആശയം ഹനഫി മദ്ഹബിലെ പെണ്ണുങ്ങൾ നെഞ്ചത്താണ് കൈവെക്കേണ്ടതെന്ന് മദാഹിബുൽ അർബഈൽ മാത്രമാണോ ഉള്ളത്? ആ മുജാഹിദ് ആശയം നിന്റെ പാഠപുസ്തകത്തിലും ഇല്ലേ പേരോടെ? ഇത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ദുറൂസുൽ ഇസ്ലാം എന്ന പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിന്റെ 91-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. തക്ബീറിന്റെ ശേഷം ഇടത് കൈയിന്റെ മേൽ വലത് കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാര് പൊക്കിലിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. ഇത് നിന്റെ പുസ്തകത്തിലാണ് പേരോടെ. ഈ പ്രിയപ്പെട്ട നാദാപുരത്തുകാരെ, ഈ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിയാക്കന്മാരെ, മതപണ്ഡിതന്മാരെ, ഈ രാജ്യത്തെ ഉമ്മപെങ്ങന്മാരെ, നിങ്ങളെ പറ്റിക്കുകയാണ് ഈ പേരോടൻ. ഇത് മുജാഹിദിന്റെ ആശയമല്ല. ഇവര് തന്നെ പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ നെഞ്ചത്താ കൈകെട്ടേട്ടതെന്ന് നാദാപുരത്തെ ഉമ്മമാരെ പറ്റിക്കാൻ നിങ്ങളെ പറ്റിച്ചതാണ്.
നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്. പെണ്ണുങ്ങൾ നെഞ്ചത്ത് കൈവെക്കണം എന്ന മുജാഹിദ് ആശയം മദാഹിബുൽ അർബഈൽ ആരോ കടത്തിക്കൂട്ടി എന്നല്ലേ ചോട്ടാ കാന്തപുരം സുന്നത്ത് മാസികയിൽ പറഞ്ഞത്. എങ്കിൽ വെട്ടിക്കളഞ്ഞോ നിന്റെ പാഠപുസ്തകത്തിൽ നിന്ന്, മുറിച്ചു കളഞ്ഞോ നിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിൽ നിന്ന്. തീർന്നില്ല. നിങ്ങളെ മദ്രസ പാഠപുസ്തകത്തിന്റെ കഥ പറയുന്നത് മൂപ്പര് ഇവിടെ നമ്മളെ പാഠപുസ്തകം വായിച്ചിട്ട് കളിയാക്കുക. ഒരൊറ്റ പുസ്തകം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മുഴുവൻ പറഞ്ഞാൽ മുജാഹിദിന്റെ ആപ്പീസ് പൂട്ടുന്നു. ആരുടെ ആപ്പീസാ പൂട്ടുന്നത് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളെ പാഠപുസ്തകം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തന്നെ ഞാനും വന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? ഇനിയൊരു മസല കേട്ടോളണേ. എന്താ പറയണേ? ഗുഹ്യസ്ഥാനം തൊട്ടാൽ പരിപാടി എന്താ കളിയാക്കിയെന്നൊരു മുജാഹിദീങ്ങൾക്ക് ഇതുമ്മ തൊട്ടാ ഒതു മുറിയൂല, എന്നിട്ട് ഇങ്ങനെ തൊടണം, ഉപരി ശക്തിയായി തൊടണം എന്നൊക്കെ പറഞ്ഞു ഉപരി കുറെ കളിച്ചു. ബീജം ഒരു തുള്ളിയൊന്നും പോയാൽ പോലെ അതൊരു 8-10 ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ മൂപ്പര് പറഞ്ഞത് അതൊന്നും ഞാൻ പറയുന്നില്ല സുഹൃത്തുക്കളെ. അങ്ങനെ പറഞ്ഞ് കളിയാക്കി. എന്നാ കേട്ടോ, ഇതുമ്മ തൊട്ടാ ഉതു മുറിയിലാന്ന് ആദ്യം പറഞ്ഞത് ആരാ? നിങ്ങളുടെ ഹനഫി മദ്ഹബിലെ പാഠപുസ്തകമാണിത്. നാളെ വന്നിട്ടത് ഹനഫി കുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറയണ്ട. അതിനാ പറഞ്ഞത് സലഫി കുട്ടികൾക്കുള്ളതാണ്. അത് ഹനഫികളല്ലേ എങ്കിൽ ഇത് സലഫികളല്ലേ? കേട്ടോ, അൽ ഫിഖ്ഹുൽ ഹനഫി എന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു നവാഖിദുൽ വുളു, ഉളു മുറിയുന്ന കാര്യങ്ങൾ കേട്ടോളെ. പെട്ടെന്ന് വായിക്കും ഞാൻ, പെട്ടെന്ന് പോകേണ്ട സ്ഥലങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വായിക്കോളൂ. ലിംഗം, യോനി എന്നിവ തൊട്ടാലും, സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊട്ടാലും ഉളു മുറിയുകയില്ല. അവിടെയൊക്കെ തൊട്ടാലും സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊട്ടാലും ഉളു മുറിയുകയില്ല. അതവിടെ ഇരി. ഇവരെ AP വിഭാഗത്തിന്റെ ദുറൂസുൽ ഇസ്ലാമിൽ എഴുതിയിട്ടില്ലേ? പേജ് 58 എന്നാൽ കൈകൊണ്ടോ മറ്റോ ഗുഹ്യസ്ഥാനം തൊടുന്നതിനാൽ ഉളു മുറിയുന്നതല്ല. പറ്റിക്കാണ് നാദാവിരുത്തുകാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പേരോടനോട് ചോദിക്കണം. നമ്മളെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടോ? എന്നാൽ കൈകൊണ്ടോ മറ്റോ ഗുഹ്യസ്ഥാനം തൊടുന്നതിനാൽ ഉളു മുറിയുന്നതല്ല. ഇവിടുന്ന് എത്ര കളിയാക്കിയത്. ഇനി തീർന്നില്ല. ഗുഹ്യസ്ഥാനം തൊട്ടാലും പോരാ. ഗുഹ്യസ്ഥാനം സാധാരണ തൊടലൊന്നും തൊട്ടാ പോരാനാണ്. പിന്നെ ഗുഹ്യസ്ഥാനങ്ങൾ തമ്മിൽ തൊട്ടാ ഉളു മുറിയാണെങ്കിൽ എങ്ങനെ വേണം? കേട്ടോളി, കിതാബുൽ ഫിഖ്ഹ് 18-ാമത്തെ പേജിൽ പറയുന്നു, ഗുഹ്യസ്ഥാനങ്ങൾ തമ്മിൽ ശക്തിയായ നിലയിൽ തൊടണം. ഭയങ്കര ഒരു യുദ്ധം നടക്കണം അവിടെ, എന്നാലേ ഉളു മുറിയുള്ളൂ എന്നാണ്. ഇതൊന്നും ഞങ്ങളല്ലേ ഇതേങ്ങളാ. പിന്നെ മൂപ്പര് ഇതൊന്നും കൂടുതൽ വായിപ്പിക്കരുത്, ഇനി വായിപ്പിച്ച ഇനിയും വായിക്കും, ഇനിയും വായിക്കും. ഞങ്ങളെന്താ വിചാരിച്ചത്? പാഠപുസ്തകം ഞങ്ങൾക്കൊന്നും കിട്ടൂലെന്നാ വിചാരിച്ച്? നിങ്ങൾ നോക്ക്. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, വേറെന്താ പറഞ്ഞത്? സ്ത്രീ പള്ളി പ്രവേശത്തെ പറ്റി നമ്മളിവിടെ പറഞ്ഞിരുന്നു. പെണ്ണുങ്ങൾ പള്ളിയിൽ പോണതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ വിശദീകരണമൊന്നും സുഹൃത്തുക്കളെ ഞാൻ പറയില്ല, മറുപടി പറയാൻ ഇങ്ങനെ പോയാൽ പറയും പറഞ്ഞില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ക്ഷമിക്കുക. എന്താ പറയുന്നത്? സ്ത്രീ പള്ളി പ്രവേശത്തിൽ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്, ഇന്ന് വരെയും പോകുന്നുണ്ട്. അവർക്ക് പോയാൽ പുണ്യമുണ്ട്, കൂലിയുണ്ട്, പോയിട്ടില്ലെങ്കിൽ തെറ്റൂല്ല. അതാണ് അതിൻ്റെ വിധി എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിന് ആയത്തോ ഹദീസോ ഒന്നും ഇപ്പം പറയില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാന്തപുരം പച്ചക്കള്ളം പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ തെളിവ് പറഞ്ഞത് സിറാജ് എടുത്ത് വായിച്ചു. നമ്മൾ 1950 വരെ ലോകത്തൊരിടത്തു സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമല്ല കാന്തപുരം വെടിപൊട്ടിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ കാന്തപുരം പറഞ്ഞത് കളവല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മൂപ്പര് പിന്നെയും ന്യായീകരിക്കാണ്. എന്നിട്ട് പച്ചക്കള്ളം ഒരുപാട് വഷളുകൾ പറഞ്ഞ് മൂപ്പരുടെ സമയം കളയാണ്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. 50 കൊല്ലത്തിലിടക്കാണ് ഈ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നുള്ള വാദം വന്നത്. ഇത് കാന്തപുരം പറഞ്ഞു എന്റെ സ്ക്രീനിൽ കാണിക്കാൻ. എന്തെങ്കിലും നിങ്ങളെന്താ കാണിച്ചത്? നിങ്ങൾ സ്ക്രീന് കാണുമ്പോഴേക്ക് സുന്നികൾ മേടിച്ചു പോന്നാ. ഞങ്ങൾ ഇങ്ങനത്തെ സ്ക്രീന് മാത്രമല്ല അപ്പുറവും കണ്ടവരാ ഞങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് അങ്ങനെ വെയിലത്ത് മുളച്ച സാധനം, ഈ തീയിൽ മുളച്ച സാധനം വെയിലത്ത് വാളൂരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ഇവിടെ നിങ്ങളെ പോലത്തെ ഓരോരുത്തരെയും ഇരുത്തന്റെ അടുത്ത് ഇരുത്തിയിട്ട് തന്നെ ഈ പരിപാടിക്ക് നടക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ. നിങ്ങളറിയോ, ഇത് നാദാപുരം, ഇത് നല്ല മഹാന്മാര് ജീവിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഈ ജില്ലവും പോറ്റില്ലവുമാണ് നാദാപുരം. ഒരു കാര്യം പറയട്ടെ, ഇതാരാ? കേരളത്തിൽ ആദ്യമായി പള്ളി പോയ പെണ്ണാണ്. ഫോട്ടോ ഇത് മുജാഹിദിന്റെ പുടവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ, വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ PK ആമിന. 2 ആളാ. ആദ്യമായിട്ട് സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ
ആദ്യമായിട്ട് പള്ളിയിൽ പോയ രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് ഖദീജ കുട്ടി, ഒന്ന് ആമിന. എന്നാ ഖദീജ കുട്ടി എന്താ പോവാൻ കാരണമെന്ന് ഇതിൽ പറയുന്നുണ്ട്, കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജ കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജ കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? ഖദീജ കുട്ടി വീട്ടിലിരിക്കുന്ന ഖദീജ കുട്ടി എങ്ങനെയാ പള്ളിയിലെത്തിയത് എന്നുള്ളത് നിങ്ങളെ പുടവേൽ നിങ്ങൾ എഴുതിയതാ, ഞങ്ങളാരും എഴുതിയത്. എങ്ങനെയാ എത്തിയത് കേട്ടോളി. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജ കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. നമ്മളെ മുജാഹിദ് ബോയ്സ് പറഞ്ഞല്ലോ, കച്ചം പഠിക്കലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞില്ലേ, അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും ആരടുത്ത്? ഖദീജ കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ പേരെടുത്ത് പറഞ്ഞു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. ഖദീജ കുട്ടിയോട് കുശലാന്വേഷണം. ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ. ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയിട്ട് ഖദീജ കുട്ടി പറയാ, ഖദീജ കുട്ടിയോടൊപ്പം ആദ്യഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക സ്ത്രീ ഉദായിലെ PK ആമിനയാണ്. അവർ പല സ്ത്രീകളെയും ഇക്കാര്യത്തിൽ ബോധവൽക്കരണം ദത്തശ്രദ്ധരായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു? ഈ പള്ളിയിൽ പോക്ക് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ആമിനയും ഖദീജ കുട്ടിയാണെന്ന് കാന്തപുരം പറഞ്ഞതല്ല. നിങ്ങളെ പത്രമാ കൊണ്ടുവന്നിട്ട് ഈ സ്ക്രീനിൽ കാണിക്കേണ്ടത്. ആരാദ്യം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അതാ കാണിക്കേണ്ടത്. കാന്തപുരം പറഞ്ഞു. കാന്തപുരം പറഞ്ഞത് വിഷയം ശരിയല്ലേ? ഇങ്ങനെ പള്ളിയിൽ സ്ത്രീകൾ പോകണം എന്ന് പറയുന്ന ഒരാശയം, അങ്ങനെ ഒരാശയം മുൻകാലത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇവിടെ ഹനഫി മദ്ഹബിന്റെ കിതാബുകൾ നോക്കിയാൽ പച്ച ഹറാമാണ് എന്നല്ലേ ഇമാം ഖസാനിയെ പോലുള്ളവർ പറഞ്ഞത്. കറാഹത്ത് എന്ന് പറഞ്ഞാലും ഹറാമാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പോകണ്ട എന്നതിനുണ്ടോ തർക്കം? പോകണ്ട എന്നതിൽ ആർക്കാണ് തർക്കം? എന്നിട്ട് സുബ്ഹാനല്ലാഹ്, എന്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണം എന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് അതിന് തെളിവ് ഉള്ളാളത്തെ മഖ്ബറയുടെ സമീപത്ത് ഇന്ദിരാഗാന്ധി വന്നിരിക്കുന്നു. ഇതാണോ ഖുർആൻ? ഇതാണോ ഹദീസ്? എന്താ പറഞ്ഞതറിയോ? ഞാൻ ഇവിടെ വായിച്ചിരുന്നു, 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ ചരിത്രമില്ലാണ്. മൂപ്പർക്ക് അതിന് മറുപടി പറയാൻ കഴിയണില്ല. അപ്പൊ മൂപ്പര് ഉരുണ്ടിട്ട് കിട്ടിയ ഒരു പുടവ കിട്ടിയിട്ട് മൂപ്പര് കാണിക്കുകയാണ്. ആദ്യമായി കേരളത്തിൽ പോയത് വെള്ളാരൻപാറ ഖദീജക്കുട്ടി ആമിനത്താത്തിയാണെന്ന്. ഈ പ്രായമുള്ള 2 കിഴവികളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് ഒരു ഇളി ഇളിച്ചിട്ട് പറയാണ്, AP അബ്ദുൽ ഖാദർ മൗലവി കുശലാന്വേഷണത്തിന് പോകാറുണ്ടായിരുന്നു. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു ഇളി. ആ ഇളിയാ മൂപ്പര് ഇളിച്ച്. ഇത്ര പ്രായമായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ സന്ദർശിക്കാൻ വേണ്ടി AP അബ്ദുൽ ഖാദർ മൗലവി പോയതിനെ എന്തിനോടാ മൂപ്പര് ഉപമിച്ചത്? എത്ര വൃത്തികെട്ട മനസ്സാണ് ഈ മനുഷ്യൻ്റെത്. ഇയാൾക്കില്ലേ ഉമ്മയും പെങ്ങന്മാരും? ഇയാൾക്കില്ലേ അമ്മായിമാർ? എന്നിട്ട് കിതാബ് ഓതുമ്പോ ഇയാളൊക്കെ ഇപ്പൊ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? സുഹൃത്തുക്കളെ, കിതാബിലൊക്കെ ചരിത്രത്തിൽ എത്ര പ്രായമായ സ്ത്രീകളെ സ്വഹാബാക്കൾ സന്ദർശിക്കാറുണ്ട് രോഗത്തിനും മറ്റുമായി. ചരിത്രത്തിലില്ലേ ഷാഫി ഇമാം നഫീസത്ത് ബീവിനെ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ പോകാറുണ്ട്. റാബിയത്തുൽ അദവിയയെ ആണുങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട്. സുഫിയാനെ പോലെയുള്ള ആലിമീങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട് ചരിത്രത്തിലില്ലേ. ഇതൊക്കെ പേരോട് വായിക്കുമ്പോൾ സുഫിയാൻ സൗരിയെ സംബന്ധിച്ചും ഷാഫി ഇമാമിനെ സംബന്ധിച്ചൊക്കെ പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ നിങ്ങൾക്കിത് പറയാൻ? അതുകൊണ്ടൊന്നും കാര്യമായില്ല പേരോടെ. ഞാൻ ചോദിച്ചതിന് മറുപടി അറിയണം. വെല്ലുവിളിക്കുന്നു പേരോടിനെ. എന്തിന്? സിറാജ് കൊണ്ടുവാ, ഞാൻ വായിച്ചതിന് മറുപടി പറ. വായിച്ചതിന് മറുപടി അറിയാം. അങ്ങ് അരി എത്രാന്ന് ചോദിക്കുമ്പോ പറയില്ല. എന്താ ഞങ്ങളോട് ചോദിച്ചത്? നിങ്ങളുടെ കാന്തപുരം എന്താ പറഞ്ഞത്? ശരിക്കും കേട്ടോ, ഒന്ന് പഠിക്ക് പോയിട്ട്. 1950 വരെ ലോകത്ത് ഒരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. ലോകത്ത് നിന്ന് കട്ടിട്ടല്ലേ ഇയാൾ വായിച്ചത്? ഞങ്ങളോട് ആരാ ചോദിച്ചത്? ലോകത്തൊരിടത്തും പോയിട്ടില്ല എന്നാ ഞങ്ങളെ മൗലാന എഴുതിയത്. കൊണ്ടുവരണം നിങ്ങൾ തെളിവ്. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത്. അതിന് ഞങ്ങൾ തെളിവ് പറയുന്നുണ്ട്. വെള്ളാരൻപാറ ഖദീജത്താത്താന്റെ കഥ അത് ഞങ്ങൾ വായിച്ചോളാം. എന്നിട്ട് തോന്നിയാസം പറയും. അപ്പൊ നിങ്ങൾക്ക് ആ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. എന്നാ കൊണ്ടേ ലോകത്ത് പോയിട്ടില്ല നിങ്ങൾ തെളിയിക്കണം. കേരളത്തിലെ കാര്യം ഞങ്ങൾ ചോദിച്ചില്ല. അത് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങൾ കേരളത്തിൽ എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും പിടിച്ചു നിൽക്കാമായിരുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ട് മൂപ്പര അതും കൂടി കട്ടിട്ടാ പിന്നെ പറയണത്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് പിന്നെ അവർക്ക് ഒതായി ബലാത്സംഗം പറയാൻ വലിയ ഹര. ഒതായി ബലാത്സംഗം എപ്പോഴും